IB ACIO 2021 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 20 വീതം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിയാലോ. എന്താണ് ആദ്യത്തെ ചോദ്യം? The sentence below has been divided into 3 parts. Select the part of the sentence that has an error. So no error ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതുപോലെ തന്നെ സെൻറ്റൻസ് തന്നിട്ടില്ല, പകരം 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇത് ജംബിൾഡ് അപ്പ് ആണ്. സോ ഇതിനെ നമ്മൾ വീണ്ടും ഒരു നോർമൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആക്കി മാറ്റണം. പക്ഷേ അത് മാറ്റാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. And the surroundings irreparably. The radiation leak from the nuclear accident at Chernobyl affected the environment. No error. So ഇവിടെ ഇതൊരു കോമൺ എറർ ആണ്. ഇതിപ്പം എറർ പിടിച്ച് കാണുമല്ലോ എന്താണ് എറർ എന്നുള്ളത്. ഇതൊരു കോമൺ എറർ ആണ്. അഫക്റ്റഡ് എന്നുള്ള സ്ഥലത്ത് അഫക്റ്റഡ് ബാധിക്കുക, അതിന് പകരമായിട്ട് ഇഫക്റ്റ് എന്ന് പറയുന്നത് റിസൾട്ട് ആണ്. അപ്പോൾ അത് കൊടുക്കുക. സോ ഇതൊരു കോമൺ എറർ ആണ്. ഇതിപ്പോൾ നമ്മൾ ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് ആക്കി സെൻറ്റൻസിനെ നോർമൽ ഒരു ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് ആക്കി വായിച്ചെടുത്തതിന് ശേഷം ഗ്രാമർ അല്ലെങ്കിൽ എറർ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരാൾക്ക്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. അഫക്റ്റഡ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കിയാലോ. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻഡ് സെഗ്മെന്റ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മാറ്റണോ വേണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് ഈസ് ഐറോണിക്കൽ ദാറ്റ് ദി സ്റ്റുഡൻസ് ഹാഡ് ടു ബി പണിഷ്ഡ് because of a report submitted by a teacher who himself was not above suspicion. So teacher തന്നെ above suspicion അല്ല. മീൻസ് ടീച്ചർ തന്നെ ഒരു പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരിയാണ്. ആൻഡ് സ്റ്റുഡൻസ് ഹാഡ് ടു ബി പണിഷ്ഡ്, സ്റ്റുഡൻസിനെ. ബട്ട് ഈ ടീച്ചർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് കാരണം പണിഷ് ചെയ്യപ്പെട്ടു. അതൊരു വിരോധാഭാസമാണ്. ഐറോണിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിരോധാഭാസം, ഐറണി. ഓക്കെ, വിരോധാഭാസം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് ഈ യൂസ് ചെയ്ത ഐറോണിക്കൽ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. ഇൻഫാക്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ ഐറോണിസിസം, ഇറ്റ് ഈസ് ഐറോണിസിസം ദാറ്റ് നമുക്കങ്ങനെ പറയാൻ പറ്റും. ഇറ്റ് ഈസ് ഐറണി ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഐറണി ദാറ്റ് എന്ന് വേണം. ആൻ ഐറണി അല്ല. ഐറോണിക്കൽ മാറ്റിയിട്ട് ഐറണി നമുക്കാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഐറോണിക്കലി ദാറ്റ്. അപ്പം ഐറോണിക്കലി എന്ന് പറയുമ്പം നമുക്കത് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ആകെ സാധ്യതയുള്ളത് ഇത് തന്നെയാണ്. അപ്പം നോ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈവൻ ഐറോണിക് ഇസ് ഓൾസോ പോസിബിൾ. പക്ഷെ ഐറോണിക് ഓപ്ഷൻ തന്നിട്ടില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ എന്നാണ് ചോദിച്ചത്. അത് മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഐറോണിക്കും ഉണ്ടെങ്കിൽ ഐറോണിക്കൽ ഇസ് ഓൾസോ ഓക്കെ, ഇസ് കറക്റ്റ്. ഐറോണിക് അത് മാറ്റിയിട്ട് ഐറോണിക് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഐറോണിക്കലും കറക്റ്റ് ആണ്, ഐറോണിക്കും കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ്. നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ദി ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അഗെയിൻ എറർ കറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾവേസ് ഓൺ ദി ലുക്കൗട്ട് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. അരുൺ നെവർ ഷർക്ഡ് അവേ ഫ്രം ന്യൂ അസൈൻമെന്റ്സ്. അല്ലേ? എപ്പോഴും ഓൺ ദി ലുക്കൗട്ട്, സി ഇൻ സെർച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പുതിയ അസൈൻമെന്റ്സ് കിട്ടുവാണെങ്കിൽ അരുൺ ഒരിക്കലും ഒഴിഞ്ഞു മാറാറില്ല. ടു ഷർക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിഞ്ഞു മാറാറില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ എറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടില്ല. സോ ദാറ്റ് മീൻസ് നിങ്ങൾ എറർ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ അത് നമുക്കൊരു ആശ്വാസമാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാക്കും നോ എറർ ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എറർ ഉണ്ട്. എന്താണ് എറർ വരുന്നത്? അരുൺ നെവർ ഓൾവേസ് ഓൺ ദ ലുക്കൗട്ട് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ ഉള്ള ആ ഒരു വെമ്പലും അല്ലെങ്കിൽ ആ ഒരു തിരക്കുള്ളത് കാരണം അരുൺ ഒരിക്കലും തന്നെ പുതിയ അസൈൻമെന്റ്സ് വേണ്ട എന്ന് വെക്കാറില്ല. അതായത് അരുൺ ഒഴിഞ്ഞു മാറാറില്ല. അപ്പോൾ ഇതിനെ ഈ നെവർ ഷർക്ക്ഡ് അവേ എന്നുള്ളതിനേക്കാളും നല്ലത് അരുൺ നെവർ ഷർക്സ് അവേ. കാരണം അത് അരുണിൻ്റെ ഒരു ഹാബിറ്റാണ്, ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. അങ്ങനെയാണ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. സോ അരുൺ നെവർ ഷർക്സ് അവേ ആണ് ബെറ്റർ. ഷർക്സ് അവേ എന്തായാലും എറർ ഉണ്ടെന്ന് പറയുകയും ചെയ്തു അവർ. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? അരുൺ നെവർ ഷർക്സ് അവേ ഫ്രം ന്യൂ അസൈൻമെന്റ്സ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം നോക്കിയാലോ. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം. സോ ഇഡിയം ആണ്. ഹാവ് യു സീൻ ക്ലെയർ ലേറ്റ്ലി? ഷീ ഹാസ് ബിക്കം ആസ് തിൻ ആസ് എ സ്റ്റിക്ക് ഇൻ ദി ലാസ്റ്റ് 6 months. ഇൻ ദ ലാസ്റ്റ് 6 months ഷീ ഹാസ് ബിക്കം ആസ് തിൻ ആസ് എ സ്റ്റിക്ക്. എന്താണ് ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ്? ടു ബി സസ്പീഷ്യസ്,
ബി എക്സ്ട്രീംലി വീക്ക്, എക്സ്ട്രീംലി സ്കിന്നി, ഫുൾ ഓഫ് എന്തൂസിയാസം. അപ്പോൾ നമ്മുടെ ഒരു സംശയം വരുന്നത് ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും. എക്സ്ട്രീംലി വീക്ക് അല്ലെങ്കിൽ എക്സ്ട്രീംലി സ്കിന്നി ആണോ എന്നുള്ളത്. കാരണം ആ ഒരു സെൻറ്റൻസിൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്. സോ നമുക്ക് അവിടെ മാത്രമാണ് നമുക്ക് സംശയം വരുന്നത്. ഇൻഫാക്ട് ആസ് തിൻ ആസ് സ്റ്റിക്ക് എന്ന് പറയുന്നത് സ്കിന്നി ആണ് എന്നാണ് അർത്ഥം. ഭയങ്കര തിന്നായിപ്പോയി എന്നാണ് അർത്ഥം വരുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ഓപ്ഷൻ വരുന്നത് സി ആണ്. ഓക്കെ, അതേപോലെ അഞ്ചാമത്തത് നമുക്കൊന്ന് നോക്കാം. ഫിഫ്ത്ത് വണ്ണും എന്താണ് പറയുന്നത്? അഗെയിൻ ഇഡിയം ആണ്. എന്താണ് ഇഡിയം? സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്നുള്ളതാണ്. സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. അപ്പോൾ ഇത് ഒരു പക്ഷേ നമുക്ക് നല്ല പരിചയമുള്ള ഒരു ഇഡിയമാണ്. സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്, സ്ക്രാച്ചിൽ നിന്നും തുടങ്ങുക. ഓപ്ഷൻസ് എന്താണ്? ടു ഡിസൈഡ് ക്വിക്ലി വിതൗട്ട് എ തോട്ട്, ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്, ടു ബി അൺസക്സസ്ഫുൾ, ടു ബിഗിൻ ഫ്രം ദ വെരി ബിഗിനിങ്. ഇല്ലേ? സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ സീറോന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ സീറോന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബിഗിൻ ഫ്രം ദി വെരി ബിഗിനിങ്, തുടക്കം മുതലേ, ആദ്യം മുതലേ എന്ന് തുടങ്ങുക. ഇനി വീണ്ടും ഒന്ന് തുടങ്ങണം എന്നുള്ളതാണ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്നുള്ള അർത്ഥം വരുന്നത്. 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ദി ഓണർ ഓഫ് ദി ഹൗസ് വാസ് ഡാഷ് അറ്റ് ദ വാച്ച്മാൻ ഫോർ ലെറ്റിംഗ് ഇൻ a stranger. So the owner of the house was dash. സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പുള്ളിക്കാരൻ നല്ല ദേഷ്യത്തിലാണ്. കാരണം ഒരു സ്ട്രേഞ്ചറിനെ, അപരിചിതനെ വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചു അല്ലെങ്കിൽ കയറാൻ സമ്മതിച്ചു എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കിയാലോ. ഇൻഡൾജൻറ്റ്, ഇംപേഷ്യൻറ്റ്, ഇൻഡിഫറൻറ്റ്, ഇൻഡിഗ്നൻറ്റ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരുന്നത്? ഇൻഡിഗ്നൻ്റ് ആണ് ആൻസർ വരുന്നത്. ഇനി ഇൻഡിഗ്നൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ അനോയിഡ്, നമുക്കൊരു ദേഷ്യം, സോർട്ട് ഓഫ് ആങ്കർ, ഒരു ദേഷ്യം എന്നുള്ളൊരവസ്ഥയാണ് ഇൻഡിഗ്നൻസ് എന്ന് പറയുന്നത്. ഇറിറ്റേഷനാണ്, ഇറിറ്റേറ്റഡായി അയാൾ അങ്ങനെ ഒരാളെ വന്നത് കാരണം. ഇൻഡൾജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡൾജൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജോലി ചെയ്യാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കുന്നതാണ് നമ്മൾ ഇൻഡൾജൻ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇൻഡൾജൻറ്റ് ഫാദർ, ഇൻഡൾജൻറ്റ് മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കുട്ടികൾ അധികം കൺട്രോൾ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഇൻഡൾജൻറ്റ് ഫാദർ ഓർ ഇൻഡൾജൻറ്റ് മദർ എന്ന് പറയുന്നത്. സോ കുറച്ച് ലീനിയൻ്റ് ആണ്. നമുക്ക് ഒരു എക്സാക്റ്റ് വേർഡ് നോക്കുവാണെങ്കിൽ ലീനിയൻ എന്നുള്ള കൺസെപ്റ്റാണ് വരുന്നത്. അല്ലെ, കുറച്ച് ഫ്രീഡം കൊടുക്കുക, ലീനിയൻ്റ് ആണ്, നോട്ട് വെരി സ്ട്രിക്റ്റ്. അതാണ് ഇൻഡൾജൻറ്റ് എന്ന് പറയുന്നത്. ഇംപേഷ്യൻ്റ് അറിയാലോ, ഒരുപാട് ക്ഷമയൊന്നും നമുക്ക് ഇല്ല. പിന്നെ അടുത്തത് ഇൻഡിഫറൻറ്റ്. ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ലവ്, ഒരുപാട് സിമ്പത്തി ഒന്നും കാണിക്കാത്തൊരവസ്ഥയാണ് നമ്മൾ ഇൻഡിഫറൻറ്റ് എന്ന് പറയുന്നത്. ഒരു നിസ്സംഗഭാവം, അതാണ് ഇൻഡിഫറൻസ്. സോ ഇപ്പം സ്ട്രേഞ്ചർ വന്നു കഴിഞ്ഞാൽ നിസ്സംഗഭാവം അല്ലല്ലോ. ആൻഡ് ഇൻഡിഫറൻറ്റ് അറ്റ് ദ വാച്ച്മാൻ എന്ന് നമ്മൾ പറയില്ല. ഇൻഡിഗ്നൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പ്രൊപ്പോസിഷൻ അറ്റ് എന്ന് പറയുന്നത്. ഇംപേഷ്യൻ്റ് അറ്റ് ദ വാച്ച്മാൻ എന്ന് പറയുന്നതും അത് നമുക്ക് അതൊരു കറക്റ്റായിട്ടുള്ള യൂസേജ് അല്ല. ഒരു ഇവിടെ ക്ഷമയല്ല നശിക്കുന്നത്, പകരം എന്താണ് ഇവിടെ ശരിക്കും ദേഷ്യമാണ് പുറത്ത് കാണുന്നത്. സോ യു ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ വേർഡ്സിൻ്റെ ശരിക്കും വേർഡിൻ്റെ മീനിങ് മാത്രമല്ല, ആ വേർഡ് എങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിച്ചു. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു അബദ്ധം അതാണ്. ആ വേർഡിൻ്റെ മീനിങ് മാത്രം പഠിച്ചു, ആ വേർഡ് എങ്ങനെ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നു, അത് ഇംഗ്ലീഷ് ഭാഷയിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അറിയാതിരിക്കുമ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരാറുണ്ട്. സോ അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? 7th one. Select the most appropriate meaning of the given word. Get up on the wrong side of the bed. Get up on the wrong side of the bed എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, ബെഡിൻ്റെ ഏതോ റോങ് സൈഡിൽ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ എഴുന്നേറ്റ് വന്നത്. അപ്പം അങ്ങനെ റോങ് സൈഡിൽ ബെഡിനങ്ങനെ റോങ് സൈഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അപ്പോൾ അതാണ് ഓപ്ഷൻസ് നോക്കൂ. someone who is having a horrible day, to move beyond something that is bothering you, working hours from about 12 AM to 8 PM, not having a good night's sleep. എന്താ ശരിക്കും? യു ആർ ഇൻ എ ബാഡ് മൂഡ് എന്നാണ് അർത്ഥം. ഇല്ലേ, നമ്മളെ ബെഡിൻ്റെ റോങ് സൈഡിൽ യു ഗോട്ട് അപ്പ് ഓൺ ദി റോങ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോങ് സൈഡ് ഓഫ് ദ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഇൻ എ ബാഡ് മൂഡ്. അല്ലേ, ആരെന്ത് പറഞ്ഞാലും നമുക്ക് ദേഷ്യമാണ്. സോ ബാഡ് മൂഡ് എന്നുള്ള അർത്ഥമാണ് വരേണ്ടത്. സോ ബാഡ് മൂഡ് എന്നുള്ള അർത്ഥം വരുന്നത് എന്താണ്? ബാഡ് മൂഡ് എന്നുള്ള അർത്ഥം വരുന്ന ഓപ്ഷൻ ഏതാ വരുന്നത്? ബാഡ് മൂഡ് എന്നുള്ള അർത്ഥം വരുന്നത് ഏതാണ്? someone who is having a horrible day. അല്ലേ, someone who is having a horrible day. ഗുഡ് നൈറ്റ്സ് സ്ലീപ്പ് അല്ല കേട്ടോ. പിന്നെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ആൻഡ് ടു മൂവ് ബിയോണ്ട് അതും വരുന്നില്ല. സോ ദിസ് ഇസ് ദി ആൻസർ, someone who is having a horrible day, or it could be just simply the bad mood. Now next 8th question നമുക്ക് നോക്കാം. 8th question അഗെയിൻ എന്താണ്? ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഈ ജംബിൾഡ് അപ്പ് സെൻറ്റൻസിന് നമുക്ക് എങ്ങനെ നോർമലി ഗ്രാമാറ്റിക് ആക്കാം എന്നുള്ളത് നോക്കാം. മൈ അറ്റൻഷൻ വാസ്
drawn towards a huge crowd that was forcing way and I decided to stop in order to cover the story. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ സെഷൻസിലൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് വരുവാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ വേഗം ഒന്ന് ഓടിപ്പോയി നോക്കും, അത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ തുടങ്ങുന്നതാണോ എന്നുള്ളത്. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഡി, സി അല്ലെങ്കിൽ എ. ഡിയിൽ തുടങ്ങാം, സിയിൽ തുടങ്ങാം, എയിൽ തുടങ്ങാം. അപ്പോൾ ബിയിൽ തുടങ്ങില്ല എന്നാണ് അർത്ഥം. സോ ആൻഡ് ഐ ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ഇൻ ഓർഡർ ടു കവർ ദ സ്റ്റോറി, അത് നമുക്ക് തുടങ്ങുന്നില്ല, അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നില്ല. ഇനി ഡിയിൽ തുടങ്ങാന്ന് പറഞ്ഞാൽ ആസ് ഐ റീച്ച് ദി മെട്രോ സ്റ്റേഷൻ, പോസിബിൾ ആണ്. ആസ് ഐ റീച്ച് ദി മെട്രോ സ്റ്റേഷൻ. ഡി കഴിഞ്ഞതിന് ശേഷം എ, മൈ അറ്റൻഷൻ വാസ് ഡ്രോൺ ടുവേർഡ്സ് എ ഹ്യൂജ് ക്രൗഡ് ദാറ്റ് വാസ് ഫോഴ്സിങ് ഇറ്റ്സ് വേ ആൻഡ് ദെൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ popular cinema hall and decided to stop in order to cover the story for my newspaper. Seems perfect. അത് ഒരു ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ, ഓപ്ഷൻ എ നമ്മൾ നോക്കിയത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ബി നോക്കിയാലോ, ആസ് എ റീച്ച് ദ മെട്രോ സ്റ്റേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പോപ്പുലർ സിനിമ ഹാൾ, വേണ്ട, ബി വരുന്നില്ല. സി നോക്കിയാലോ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പോപ്പുലർ സിനിമ ഹാൾ, ആസ് എ റീച്ച് ദ മെട്രോ സ്റ്റേഷൻ, സി വരില്ല. ദാറ്റ് സീംസ് വെരി ഓഡ്. ഇനി എ ബി സി ഡി, മൈ അറ്റൻഷൻ വാസ് ഡ്രോൺ ടുവേർഡ്സ് എ ഹ്യൂജ് ക്രൗഡ് ദാറ്റ് വാസ് ഫോഴ്സിങ് ഇറ്റ്സ് വേ and I decided to stop in order to cover the story for my newspaper. എയും ബിയും ഓക്കെ ആണെന്ന് തോന്നുന്നു. സി നോക്കിയാലോ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പോപ്പുലർ സിനിമ ഹാൾ ആസ് ഐ റീച്ച് ദ മെട്രോ സ്റ്റേഷൻ, സംതിങ് ഇസ് റോങ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എ ബി സി ഡിയും വരുന്നില്ല, ഡി എ സി എ ബിയും വരുന്നില്ല. നമ്മൾ ആദ്യം വായിച്ച ഡി എ സി ബി തന്നെയാണ്. ഒരു പ്രാക്ടീസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മൂന്ന് ഓപ്ഷൻ ആദ്യത്തെ വായിച്ച് കറക്റ്റ് ആണെന്ന് തോന്നിയാൽ പിന്നെ മൂന്ന് ഓപ്ഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ ഇപ്പോൾ ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ മൂന്ന് ഓപ്ഷൻസ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇൻഫാക്ട് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ മൂന്ന് ഓപ്ഷൻസ് നോക്കേണ്ട, ആദ്യത്തെ വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും. പിന്നെ നല്ല റീഡിങ് സ്പീഡ് ഉള്ള ഒരാളാണെങ്കിൽ ഇത് പെട്ടെന്ന് നോക്കിയാൽ, ഇത് കാരണം ഇതൊരു നല്ല സ്റ്റോറിയാണ്, നല്ലൊരു സ്റ്റോറി ലൈൻ, ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് എന്നുള്ളൊരു സീക്വൻസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എളുപ്പ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത്. ഇനി നമുക്ക് 9th നോക്കാം. സെലക്ട് ദ വേർഡ് ഇഡിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് അല്ലേ, വി എൻജോയ് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വേൾഡിൻ്റെയും എന്തോ ബെസ്റ്റാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ആ ഇഡിയത്തിൽ തന്നെ നമുക്കതിൻ്റെ മീനിങ് ഉണ്ട്, ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. അതൊരു കോമൺ ആയിട്ട് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമുമാണ്. നമുക്ക് നോക്കിയാലോ, ടു എൻജോയ് ടു ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ദ സെയിം ടൈം, സാധ്യത കൂടുതലാണ്. എന്നാലും ബാക്കി മൂന്നെണ്ണം വേഗം ഒന്ന് വായിച്ചു നോക്കാം. പ്രൊഡ്യൂസിങ് സിമിലർ റിസൾട്ട്സ്, an event that happens infrequently, അല്ലേ, വളരെ റെയർ ആയിട്ട് നടക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് സംതിങ് കോംപ്ലിക്കേറ്റഡ്, ഇതൊന്നുമല്ല. എന്താ ആൻസർ വരുന്നത്? ടു എൻജോയ് ടു ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ദ സെയിം ടൈം, ഇല്ലേ, രണ്ട് വേൾഡിലെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, രണ്ട് ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഒരുപോലെ അതിനകത്തുള്ള നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്. രണ്ട് ഓപ്പർച്യൂണിറ്റീസും നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളത് അർത്ഥം വരുന്നത്. ഇനി 10th നമുക്കൊന്ന് നോക്കിയാലോ. Select the most appropriate meaning of the idiom. What is the idiom? The last straw. The last straw എന്നാണ് പറയുന്നത്, ഇല്ലേ? അതായിരുന്നു അത് ആ ഒരു സിറ്റുവേഷൻ, ലാസ്റ്റ് സ്ട്രോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഓപ്ഷൻസ്: മേക്ക് ഓൾ പോസിബിൾ എഫേർട്സ്, ദ ഫൈനൽ ഈവൻറ്റ് ഇൻ എ സീരീസ് ഓഫ് അൺആക്സെപ്റ്റബിൾ ആക്ഷൻസ്, അൺഎബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ടു പൊളൈറ്റ്ലി ആസ്ക് ഫോർ സംവൺസ് ഫുൾ അറ്റൻഷൻ. ഈ ലാസ്റ്റ് സ്ട്രോ എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണെന്ന് വിചാരിച്ചാൽ, ഒരുപാട് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതിൻ്റെ ആ പ്രശ്നത്തിൻ്റെ കൂട്ടത്തിൽ വേറൊരു എക്സ്ട്രീമായിട്ടുള്ളൊരു പ്രശ്നം അവസാനം ഉണ്ടാവുക, അതോടെ നമ്മളങ്ങ് തളർന്നു പോയി. അതിനെയാണ് നമ്മൾ പറയുന്നത് ദാറ്റ് വാസ് ദി ലാസ്റ്റ് സ്ട്രോ ആൻഡ് ഐ ഡിസൈഡഡ് ടു ക്വിറ്റ് ദി ജോബ് ഓർ ഐ ഡിസൈഡഡ് ടു ക്വിറ്റ് സംതിങ്. ദാറ്റ് വാസ് ദി ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി അതുവരെ ഞാൻ എങ്ങനെയല്ലോ പിടിച്ചു നിന്നു, ഈ ഇത്രയും വിഷമഘട്ടത്തിൽ അവസാനമാണ് ഈ ഒരു പ്രശ്നം കൂടി ഉണ്ടായപ്പോൾ പിന്നെ എനിക്ക് തീരെ താങ്ങാൻ പറ്റിയില്ല. സോ അതാണ് ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുന്നത്, അതോടെ തളർന്നു. സോ ദ ഫൈനൽ ഈവൻറ്റ് ഇൻ എ സീരീസ് ഓഫ് അൺആക്സെപ്റ്റബിൾ ആക്ഷൻസ്, അൺആക്സെപ്റ്റബിൾ ആക്ഷൻസ്, അതോടെ വേണ്ട എന്ന് വെച്ചോ, കാര്യം വേണ്ട എന്ന് വെക്കുക, അങ്ങനെയാണ്. അതാണ് ദ ലാസ്റ്റ് സ്ട്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കിയാലോ. അടുത്തത് എന്താ പറയുന്നത്? 4 words are given and you have to find the choose the word with correct spelling. കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നുള്ളതാണ്. ഇതിൽ 4 ഓപ്ഷനും ഒരേ വേർഡ് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഫോർട്വിറ്റസ്. ഓക്കെ, ഫോർട്വിറ്റസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അതിൻ്റെ സ്പെല്ലിംഗ് നോക്കുക. ആദ്യം ഫോർട്ടാണ്, FORT, എല്ലായിടത്തും ഫോർട്ട് ഉണ്ട്. പിന്നെ UIT, ഫോർട്വിറ്റസ്, ദെൻ OUS, ഇതാണ് UIT, അത് കഴിഞ്ഞ ശേഷം OUS, ഫോർട്വിറ്റസ്. UIT,
OUS, fortuitous. ഇനി fortuitous എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആയിരിക്കാം അടുത്ത എക്സാമിന് ചോദിക്കുന്നത്. എന്താണ് fortuitous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? fortuitous എന്ന് പറഞ്ഞാൽ കോയിൻസിഡൻ്റൽ, അഥവാ അൺപ്ലാൻഡ്, ബൈ ചാൻസ്. നമ്മൾ ബൈ ചാൻസ് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ പറയും fortuitous ആണത്. സോ ദാറ്റ് ഈസ് ഇൻ എ ബൈ ചാൻസ്, അൺപ്ലാൻഡ്, ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല, അതങ്ങനെ സംഭവിച്ചു ഒരു സിമിലാരിറ്റി. അല്ലെങ്കിൽ ഹാപ്പനിങ് ബൈ ചാൻസ്, അല്ലെങ്കിൽ എന്താണ് കോയിൻസിഡൻ്റൽ, അല്ലേ? കോയിൻസിഡൻസ് എന്ന് നമ്മൾ പറയാറില്ല, കോയിൻസിഡൻ്റൽ ആണ്. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ബൈ ചാൻസ് അങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ എ ഫോർട്യൂയിറ്റസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു നോക്കാം സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് 12th വൺ? അഗെയിൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്താ പറയുന്നത്? ഷീ ഡിസൈഡഡ് ടു ഡാഷ് ഹർ റൈറ്റ് ടു ദി ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ആസ് ഷീ വാണ്ടഡ് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ്. സോ ഷീ ഡിസൈഡഡ് ടു ഡാഷ് ഹർ റൈറ്റ് ടു ദി ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ആസ് ഷീ വാണ്ടഡ് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിന്ന് ഒരു പക്ഷേ പിൻവാങ്ങിയതായിരിക്കാം, ഇല്ലേ? നമ്മളെ പ്രശ്നം വരുന്നത് എപ്പോഴാണ്? നമുക്ക് വേണം എന്ന് വരുമ്പോഴാണ് ഒരു തർക്കം ഉണ്ടാവുന്നത്. വേണ്ടാന്ന് വെച്ചാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ വേണ്ട എന്ന് വെക്കണമായിരിക്കണം, ഇല്ലേ? ടു സൈൻ വിത്ത്, സൈൻ ഫോർ, സൈൻ അവേ ആൻഡ് സൈൻ ഇൻ. ഇതിലേതാണ് വേണ്ട എന്ന് വെക്കാനുള്ള സാധ്യത വരുന്ന ഓപ്ഷൻ? ഇത് ഒരു ബേസിക് ലോജിക്കാണ്. ഇതിനിപ്പോൾ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, കൊടുക്കുക. സോ യു ഡു അവേ. സോ ദാറ്റ് മീൻസ് യു സൈൻ അവേ. സൈൻ അവേ മീൻസ് വാട്ട്? റിലിങ്ക്വിഷ്. എനിക്ക് വേണ്ട എന്ന് വെക്കുന്നതിനെയാണ് നമ്മൾ സൈൻ അവേ എന്ന് പറയുന്നത്. വേണ്ട, റിലിങ്ക്വിഷ് എന്ന് നമ്മൾ പറയും. റിലിങ്ക്വിഷ് റൈറ്റ്സ്, അറിയണോ? വേണ്ട എന്ന് വെക്കുക. ഓക്കെ, റിജക്റ്റ് ചെയ്യുക, അത് വേണ്ട എന്ന് വെക്കുക. അതാണ് സൈൻ അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗെയിൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് എ ജനറൽ റൂൾ ഓഫ് ഫോർമൽ ഇമെയിൽസ് ദാറ്റ് ദേ എലിമിനേറ്റ് എനി കൈൻഡ് ഓഫ് ഡാഷ്. സോ ഫോർമൽ ഇമെയിൽസ്, സോ ഫോർമൽ ആണ്. ഫോർമൽ ഇമെയിൽസിൽ എന്തോ ഒന്ന് എലിമിനേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻസ് നോക്കാം. പെറ്റേണലിസം, കൊളോക്കിയലിസം, ഇവാഞ്ചലിസം ആൻഡ് ഡയബോളിസം. ഇതിൽ നമുക്ക് സാധ്യതയുള്ളത് എന്താണ്? കൊളോക്കിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാടൻ ഭാഷ അല്ലെങ്കിൽ സ്ലാങ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കൊളോക്കിയൽ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ടേം അല്ലെങ്കിൽ ഇൻഫോർമലായിട്ട് നമ്മളൊരു ലാംഗ്വേജിനെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ കൊളോക്കിയൽ എന്ന് പറയാറുണ്ട്. സോ ഫോർമൽ ആയിട്ടുള്ള ഇമെയിൽസിൽ ഒരു കാരണവശാലും അവിടെ കൊളോക്കിയലിസം വരുന്നില്ല. ഇൻഫോർമൽ ആയിട്ടുള്ള ടേംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ ഫോർമൽ ഇമെയിൽസിൽ എന്താ എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത വരുന്നത്? കൊളോക്കിയലിസം. ഇനി ബാക്കിയെല്ലാം ഇസമാണെന്നേ ഉള്ളൂ, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പെറ്റേണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫാദർ ഒരു കുട്ടിയെ കൺട്രോൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ പെറ്റേണലിസം എന്ന് പറയുന്നത്. ഹീ വിൽ ഡിസൈഡ് വാട്ട് ഹിസ് സൺ ഓർ ഡോട്ടർ ലൈക്സ്. ആ കുട്ടിയുടെ അച്ഛൻ ഡിസൈഡ് ചെയ്യും ആ മകൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് എന്ത് വേണം, എന്താണ് നല്ലതെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു 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 ഫീച്ചറാണ് എന്താണ് പെറ്റേണലിസം എന്ന് പറയുന്നത്. ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ളൊരു പെർസുവേഷനാണ് ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. ആൻഡ് ഡയബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഡെവിൽസ് ഓർ സോസറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് വിച്ച് ക്രാഫ്റ്റ്, അങ്ങനെയുള്ള ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡയബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും തന്നെ ഇതുമായിട്ടൊരു ബന്ധവും വരുന്നില്ല. അപ്പം 3 അറിയില്ലെങ്കിലും കൊളോക്കിയലിസം അറിയാമെങ്കിലും നമുക്ക് ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അടുത്തത് സെലക്ട് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ്. സോ ആന്റണിം അന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡെസലേറ്റ്. ഡെസലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെർട്ടൈൽ എന്നുള്ളൊരു അവസ്ഥയാണ്. ഇൻഫെർട്ടൈൽ അല്ലെങ്കിൽ ബാരൻ അല്ലെങ്കിൽ എംറ്റി, ഇതൊക്കെയാണ് ഡെസലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എംറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പം എംറ്റി അതിൻ്റെ മീനിങ് ആണ് അൺടെനൻറ്റഡ്, അല്ലെ? ടെനൻസ് ഒന്നും ആരുമില്ല, ആരും താമസിക്കാനൊന്നുമില്ല. ദാറ്റ് മീൻസ് ഡിസേർട്ടഡ് ആണ്, ആരുമില്ല, ആരും താമസിക്കുന്നില്ല, ആരുമില്ല ഒരവസ്ഥ. എംറ്റി ആയിട്ടുള്ള സ്ഥലം, ദാറ്റ് ഈസ് അൺടെനൻറ്റഡ്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ സിനണിംസ് ആണ്. ഇനി ഡിസ്ട്രസ്ഡ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. യുവർ ഡിസ്ട്രസ്ഡ്, യുവർ സാഡ്, യുവർ അൺഹാപ്പി, അതുമായിട്ട് ബന്ധം വരുന്നില്ല. അതിൻ്റെ ആൻറ്റണിമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റണിം എന്താ വരുന്നത്? പോപ്പുലസ്, അല്ലെ? ഒരുപാട് ആൾക്കാർ താമസിക്കുന്നത്, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. സോ ദാറ്റ് ഈസ് പോപ്പുലസ്. സോ നമ്മുടെ ആൻസർ വരുന്നത് പോപ്പുലസ് ആണ്. ബിക്കോസ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻറ്റണിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 നമുക്കൊന്ന് നോക്കാം. 15th വൺ, അതെന്താ വരുന്നത്? Select the most appropriate option to substitute the underlined segment. There always have been a sizable influx of immigrants from Mexico to America. There always have been എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു സെൻറ്റൻസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഓൾവേസ് എന്ന് പറയുന്ന വേർഡിനെ, ആഡ്വേർബിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ബിറ്റ്വീൻ 2 വേർബ്സ് ആണ്. 2 വേർബ്സിൻ്റെ ഇടയിലാണ് നമ്മൾ ആഡ്വേർബ് ഓൾവേസിനെ പ്ലേസ് ചെയ്യുന്നത്. അതായത് ഈ ഹാവും അതേപോലെ തന്നെ ബീൻ്റെ ഇടയിലാണ് നമ്മൾ ഓൾവേസ് പ്ലേസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൈസബിൾ ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രൻസ്. സോ ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇൻഫ്ലക്സ്. അപ്പോൾ ദേറിൻ്റെ കൂടെ നമുക്ക് അറിയാം, ദേറിൻ്റെ കൂടെ നമുക്ക് രണ്ട് ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂറൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സബ്ജക്റ്റ്. ഇവിടെ ദർ ഈസ് എ ക്യാറ്റ് എന്നാണ് കിടക്കുന്നത് എങ്കിൽ നമ്മൾ ഈസാണ് കൊടുക്കുന്നത്. ആൻഡ് ദർ ആർ ക്യാറ്റ്സ് എന്നാണ് എങ്കിൽ നമ്മൾ ആറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഫ്ലക്സ് ഓഫ് ഇമിഗ്രൻസ് ആണ്, ഇൻഫ്ലക്സ് ആണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്, ദർ ഹാസ് കൊടുക്കണം. ഹാവ് പറ്റില്ല, ഇൻഫ്ലക്സ് സിംഗുലർ. സോ ദർ ഹാസ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സോ ഹാസ് ആൻഡ് ദർ ഈസ് ഓൾവേസ് ബീയിങ് എന്നൊന്നും നമ്മൾ പറയില്ല, ദിറ്റ്സ് നോട്ട് റൈറ്റ്. സോ ദർ ഹാസ് ഓൾവേസ് ബീൻ എ സൈസബിൾ ഇൻഫ്ലക്സ് ഓഫ് ഇമിഗ്രൻസ് ഫ്രം മെക്സിക്കോ ടു അമേരിക്ക. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഒരുപാട് ഇമിഗ്രൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16 എന്താ പറഞ്ഞിരിക്കുന്നത്, ഐഡൻറ്റിഫൈ ദി സെഗ്മെൻറ്റ്. ഗ്രാമാറ്റിക്കൽ എറർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗ്രാമാറ്റിക്കൽ എറർ എന്താണെന്ന് കണ്ടുപിടിക്കണം. അഗൈൻ ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നോ എറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഇട്ടിട്ടില്ല. സോ ദാറ്റ് മീൻസ് എറർ എന്തോ ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. സ്റ്റാർട്ടിംഗ് വിത്ത് ക്ലീനിങ് ദ കിച്ചൺ, റീമ ക്രിയേറ്റഡ് എ ടാസ്ക് ലിസ്റ്റ് ഓഫ് ഓൾ ദി ഓഡ് ജോബ്സ് ദാറ്റ് വെയർ ടു ഡു അറൗണ്ട് ദി ഹൗസ്. അപ്പോൾ ഇവിടെ എന്താ പ്രോബ്ലം വരുന്നത്, മനസ്സിലായോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദാറ്റ് വെയർ ടു ഡു എന്ന് നമ്മൾ പറയില്ല. സോ തിങ്സ് ഹാവ് ടു ബി ഡൺ, വെയർ ടു ബി ഡൺ, പാസീവ് വോയിസ് വേണം ഉപയോഗിക്കാൻ. സോ വെയർ ടു ഡു എന്ന് നമ്മൾ പറയില്ല, പകരം എന്താണ്, വെയർ ഓക്കെയാണ്, ബിക്കോസ് ക്രിയേറ്റഡ് ടാസ്ക് ലിസ്റ്റ് ഓഫ് ഓൾ ദി ഓഡ് ജോബ്സ് ആണ്. സോ ഓഡ് ജോബ്സ് കഴിഞ്ഞ് ദാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ടത് നമ്മൾ വേർബ് പ്ലൂറൽ ആയിരിക്കണം. ദാറ്റ്സ് ഫൈൻ. വെയർ വരെ കറക്റ്റ് ആണ്. പക്ഷേ ഐ ഹാവ് ടു ഡു സംതിങ് ബട്ട് സം തിങ്സ് ഹാവ് ടു ബി ഡൺ ആണ്, ടു ബി ഡൺ വരണം. സോ അങ്ങനെ വരുമ്പം ടു ഡു അല്ല വരുന്നത്, ടു ബി. ദർ വെയർ ലിസ്റ്റ് ഓഫ് ഓൾ ദി ഓഡ് ജോബ്സ് ദാറ്റ് വെയർ ടു ബി ഡൺ ആയിരിക്കണം. സോ ദാറ്റ് ഇസ് ദി ആൻസർ, ടു ബി ഡൺ ആയിരിക്കണം നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17 ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. Given below are 4 parts, so that means നമുക്ക് വരുന്നത് എന്താണ്, ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ആണ്. ജംബിൾഡ് അപ്പ് സെൻറ്റൻസിനെ നമുക്ക് മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് പഴയ പരിപാടി നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് ഓപ്ഷൻസ് നോക്കാം. എയിലോ ബിയിലോ തുടങ്ങുള്ളൂ. സെൻറ്റൻസിൻ്റെ പ്രത്യേകത എ അല്ലെങ്കിൽ ബി. എ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. കൾട്ടിവേറ്റിംഗ് പോസിറ്റീവ് മെൻറ്റൽ സ്റ്റേറ്റ്സ്. ബി ഐ തിങ്ക് ദാറ്റ്. കൾട്ടിവേറ്റിംഗ് പോസിറ്റീവ് മെൻറ്റൽ സ്റ്റേറ്റ്സ് ലൈക്ക് കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ ഡെഫിനറ്റ്ലി ലീഡ്സ് ടു. ഇതാണ് നമുക്ക് ശരിയെന്ന് തോന്നാൻ സാധ്യത അല്ലേ. കമ്പാഷൻ ഡെഫിനറ്റ്ലി ലീഡ്സ് ടു ബെറ്റർ സൈക്കോളജിക്കൽ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഓപ്ഷനിൽ എന്ത് വന്നിരിക്കണം, എയും സിയും ഡിയും. ഇതെല്ലാം ജംബിൾഡ് അപ്പ് സെൻറ്റൻസസിലും ഇങ്ങനെ ചെയ്യാമെന്നല്ല, പക്ഷേ ഇങ്ങനെ ഉള്ള ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ഉണ്ട്. നമുക്ക് വായിച്ച് നോക്കിയാൽ ഓപ്ഷൻസ് നോക്കാതെ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരെണ്ണമാണ്. സോ എ സി ഡി വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മുടെ സെൻറ്റൻസിന് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എ സി ഡി ഉണ്ടോ, ഉണ്ട്. എ സി ഡി വേറെ ഉണ്ടോ, ഇല്ല. എ സി ഡി വരുന്ന വേറെ ഓപ്ഷൻ ഇല്ല. ഇനി ബി എ സി ഡി ഒന്ന് വായിച്ച് നോക്കിയേ. ഐ തിങ്ക് ദാറ്റ് cultivating positive mental states like kindness and compassion definitely leads to better psychological health and happiness. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഒട്ടും സമയം എടുത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള എളുപ്പമുള്ള സെൻറ്റൻസസും ജംബിൾഡ് അപ്പ് സെൻറ്റൻസസും ഉണ്ടാകും. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതും ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് തന്നെയാണ്. നമുക്ക് നോക്കാം. There had already been abundant rainfall in Delhi. It was a tragic end of summer. ഇതിൽ ഓപ്ഷൻസ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്, PQSR 4 ഓപ്ഷനും വെച്ചിട്ട് സെൻറ്റൻസ് തുടങ്ങാമെന്നാണ് പറയുന്നത്. സോ ദർ ഇസ് നോ പെർട്ടിക്കുലർ യൂസ്. അതുകൊണ്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്കത് വായിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. There had already been abundant rainfall in India. One day a cyclonic storm hit the region. A strong wind began to blow and the rain came causing havoc all around. It was a tragic end of summer. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെ ഇതിനെങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കണം. കാരണം ഈ സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് 2-3 കോമ്പിനേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് വരുന്നത് ദിസ് കുഡ് ബി ദി ഫസ്റ്റ് സെൻറ്റൻസ്. ഓൾറെഡി ഡൽഹിയിൽ നല്ല റെയിൻഫോൾ കിട്ടിയ ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം ഒരു സൈക്ലോണിക് സ്റ്റോം ഹിറ്റ് ചെയ്യുന്നത്. സോ വൺ ഡേ എ സൈക്ലോണിക് സ്റ്റോം ഹിറ്റ് ദ റീജിയൻ. സോ പി കഴിഞ്ഞാൽ എസ് വരാനുള്ള സാധ്യതയാണ് കൂടുന്നത്. ആ സൈക്ലോണിക് സ്റ്റോമിൻ്റെ പ്രത്യേകത എന്താണ്, a strong wind began to blow and the rain came causing havoc all around. ഓൾറെഡി റെയിൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കൂടാതെ ഒരു സൈക്ലോണിക് സ്റ്റോമും കൂടി വന്നു. ആൻഡ് ദാറ്റ് വാസ് ദി എൻഡ് ഓഫ് ഇറ്റ്. ആൻഡ്
ആ ഒരു സമ്മറിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ആ സമ്മർ അവസാനിച്ചത് ഇങ്ങനെയായിരുന്നു. ഓൾറെഡി കുറേ മഴ ലഭിച്ചു. അത് കഴിഞ്ഞ ശേഷം സൈക്ലോണിക് സ്റ്റോം വന്നു. അത് ഇറ്റ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ദെൻ ദാറ്റ് വാസ് ഇറ്റ്, ദി എൻഡ് ഓഫ് സമ്മർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന സൈക്ലോണിക് സ്റ്റോമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഈ സ്ട്രോങ് വിൻഡ് എന്ന് പറയുന്നത്. സോ എസും ആറും ഒരുമിച്ച് വരുന്ന രീതിയിൽ വരണം നമുക്ക് ചെയ്യാൻ. പക്ഷേ അങ്ങനെ വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ബിയും സിയും ഡിയും അങ്ങനെയാണ് വരുന്നത്. സോ ഈ ക്യൂ, ഇറ്റ് വാസ് എ ട്രാജിക് എൻഡ് ഓഫ് സമ്മർ, ലാസ്റ്റ് വരുന്ന ചാൻസ് ആണ് കൂടുതൽ വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ വരുന്നത് PSRQ ആണ്. ദിസ് വിൽ ബി ദി ഫസ്റ്റ് സെൻറ്റൻസ് ആൻഡ് ദിസ് വിൽ ബി ദി സെക്കൻഡ് സെൻറ്റൻസ്. സോ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം. അടുത്തത് നമുക്ക് നോക്കിയാലോ. 19th ക്വസ്റ്റ്യൻ, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ വേർഡ് ഏതാ പറഞ്ഞത്? ക്വാളിറ്റി ഓർ ആക്ഷൻ ഓഫ് ബീങ് എക്സ്ട്രീംലി ജനറസ് എന്ന് പറയുന്ന വേർഡ്, ആ വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും പ്രശ്നമില്ല. ഈ ബാക്കി 3 വേർഡ്സ് എങ്കിലും അറിഞ്ഞിരിക്കണം. നെയ്സെൻ്റ് എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടാകും. നെയ്സെൻ്റ് എന്ന് പറയുന്നതും നെയ്സെൻ്റ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് നെയ്സെൻ്റ് എന്ന് പറയുന്നത്. സോ നെയ്സെൻസ് അല്ലെ, ദ കമ്പനീസ് ഇൻ ദ നെയ്സെൻ്റ് ഫോം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഫോം ചെയ്തതാണ്. സോ തുടക്കം എന്നുള്ള അർത്ഥത്തിലാണ്, റീസെൻ്റ്ലി ഫോംഡ് എന്നുള്ള അർത്ഥത്തിലാണ് നെയ്സെൻസ് വരുന്നത്, റീസെൻ്റ്ലി ഫോംഡ്. അതേസമയം കോൺവലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീസെൻ്റ്ലി ഫോംഡ്. ഓക്കെ. കോൺവലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺവലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറിങ് ഫ്രം എ പീരീഡ് ഓഫ് ഇൽനെസ്, ഒരു അസുഖബാധിതയായ ഒരു അവസ്ഥയിൽ നിന്നും തിരിച്ച് ഒരു വരവ്, ആരോഗ്യത്തിലേക്കുള്ള ഒരു തിരിച്ചു വരവിനെയാണ് നമ്മൾ കോൺവലസൻസ് എന്ന് പറയുന്നത്. സോ ആ തിരിച്ചു വരവാണ്, റിക്കവറിങ് സ്റ്റേജിനെയാണ് നമ്മൾ കോൺവലസൻസ് എന്ന് പറയുന്നത്. അടുത്തത് റെറ്റിസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെറ്റിസെൻസ് എന്ന് പറഞ്ഞാൽ വെരി റിസർവ്ഡ്, റെറ്റിസെൻറ്റ്, സംസാരിക്കാൻ തയ്യാറാവാതിരിക്കുക, അതിനെയാണ് നമ്മൾ റെറ്റിസെൻറ്റ് എന്ന് പറയുന്നത്, റിസർവ്ഡ്. പക്ഷെ ഇതൊന്നും തന്നെ എവിടെയും ജനറോസിറ്റിയുടെ കാര്യം ഈ പറയുന്ന 3 വേർഡ്സിലും ഇല്ല. ജനറോസിറ്റി എന്ന് പറയുന്ന വേർഡ് ഏതാണ്? മ്യൂണിഫിസൻസ് ആണ്. മ്യൂണിഫിസൻസ് എന്ന് പറഞ്ഞാൽ വെരി ജനറസ്, ബെനവലൻറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, മ്യൂണിഫിസൻസ് വെരി ജനറസ് കേട്ടോ. മ്യൂണിയൊക്കെ നമുക്ക് ഓർക്കാം. സോ മ്യൂണിഫിസൻസ് ആണ്. മ്യൂണിഫിസൻസ് മീൻസ് വെരി ജനറസ്. നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? അഗെയിൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. Speaking dash is sometimes considered a virtue, especially when the speaker has an important point to make. So എന്ത് സ്പീക്കിംഗ് ആണ്? നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കേണ്ടി വരും. ഔട്ട് ഓഫ് ഡേറ്റ്, അങ്ങനെ നമുക്ക് ഔട്ട് ഓഫ് ഡേറ്റ് ഒക്കെ സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ സംഭവമില്ല. ഔട്ട് ഓഫ് ടേൺ നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മുടെ ടേൺ അല്ല, പക്ഷെ നമ്മൾ ഇടിച്ചു കയറി സംസാരിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ടേൺ. അതൊരു വേർച്യൂ ആണോ? നമുക്കറിയില്ല. അടുത്തൊന്ന് നോക്കാം. ഔട്ട് ഓഫ് കൺട്രോൾ ഒരിക്കലും ഒരു വേർച്യൂ ആവുന്നില്ല, ഇല്ലേ? ഔട്ട് ഓഫ് കൺട്രോൾ എപ്പോഴും എല്ലാ അവസ്ഥയിലും when you talk out of control, there is something that is problematic. Then you talk out of hand എന്ന് നമ്മൾ പറയാറില്ല, ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നില്ല. സോ നമ്മൾ എന്താ ആൻസർ വരാൻ സാധ്യതയുള്ളത് എന്താണ്? ഔട്ട് ഓഫ് ടേൺ എന്നുള്ളതാണ്. എനിക്ക് ആ സെൻറ്റൻസ് മുഴുവൻ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഔട്ട് ഓഫ് ടേൺ വന്നതെന്നുള്ളത്. It is considered a virtue especially when the speaker has an important point to make. So that means നിങ്ങൾക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാനുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ള അവസരം തരുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ ടേൺ അല്ലെങ്കിലും നമ്മളത് അങ്ങോട്ട് സംസാരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് ഔട്ട് ഓഫ് ടേൺ. സോ അതാണ് ഇവിടെ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഷിഫ്റ്റ് 1 19th ഫെബ്രുവരിയിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് 20 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്ലി സ്പെൽഡ്? ഏതാണ് കറക്റ്റ്ലി സ്പെൽഡ്? റെസിപ്രോസിറ്റി ആണ്. ആദ്യത്തെ റൈസ്പ്രോസിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ദെൻ റെസിപ്രോസിറ്റി ഏതാ സ്പെല്ലിംഗ് വരുന്നത്? സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇവിടെ സിറ്റി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. റെസിപ്രോസിറ്റിക്ക് സിറ്റി ആണ്. ഇത് രണ്ടെണ്ണം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയം വരും. സോ റെസിപ്രോസിറ്റി RECIPROCITY. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മ്യൂച്വൽ ഹെൽപ്പാണ് റെസിപ്രോസിറ്റി. മ്യൂച്വൽ ഹെൽപ്പ് ഒരാൾ ചെയ്തു, മറ്റേയാളും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് 1 വേർഡ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷൻസ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും നല്ലൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു എബിലിറ്റിയെ നമ്മൾ എന്താണ് പറയുന്നത്? അക്യുപ്മെൻറ്റ്, ഇനെപ്റ്റ്നെസ്, ഇൻറ്റ്യൂഷൻ, പെർസെപ്ഷൻ. ഇൻറ്റ്യൂഷൻ അല്ല എന്ന് നമുക്കറിയാം. പെർസെപ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. സോ പെർസെപ്ഷൻ എന്ന് പറയുന്നത് വീക്ഷണമാണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. സോ പെർസെപ്ഷൻ എന്തായാലും വരുന്നില്ല. അണ്ടർസ്റ്റാൻഡിങ് അല്ല, ജഡ്ജ്മെൻറ്റ്
അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അതിനെ നമ്മൾ പറയുന്നത് അക്യുമെൻ എന്നാണ് പറയുന്നത്. ആ സ്കില്ലാണ്, ആ കഴിവാണ്. ജഡ്ജ്മെൻറ്റ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താനും പെട്ടെന്ന് ജഡ്ജ് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ അക്യുമെൻ എന്ന് പറയുന്നത്. ഇനെപ്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഴിവ് കുറവാണ്. ആ ഒരു കഴിവ് ഇല്ല, തീരെ കഴിവില്ലാത്തൊരു വ്യക്തി. ക്ലംസിയാണ്. എന്ത് കാര്യം കൊടുത്താലും ഒരു ഹാപ്പ് ഹസാർഡായിട്ടുള്ള വേയിൽ ചെയ്യുക, അല്ലെങ്കിൽ തീരെ വൃത്തിയിൽ ചെയ്യാതിരിക്കുക, സൂക്ഷ്മതയോടെ ചെയ്യാതിരിക്കുക, അതിനെയാണ് നമ്മൾ ഇനെപ്റ്റ്നെസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് എ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല എങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് കൊടുക്കുക. ഹി വാസ് വൺ ഓഫ് മോസ്റ്റ് റെസ്പെക്റ്റഡ് ജനറൽസ് ബിക്കോസ് ഓഫ് ഹിസ് കെയർ ഫോർ ദി മെൻ ആൻഡ് ഹിസ് റെക്കോർഡ് ആസ് എ ഫൈറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ഇതിനകത്തൊരു വേർഡ് ഇല്ല എന്നുള്ളത് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല, പ്രത്യേകിച്ച് എക്സാം സമയത്ത്. വൺ ഓഫ് മോസ്റ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മൾ എന്താ പറയുന്നത്? വൺ ഓഫ് ദ മോസ്റ്റ് വരണം. സോ വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് ജനറൽസ് വരണം. സോ വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്റ്റഡ് ജനറൽസ് അല്ല, വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ജനറൽസ് ആണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ജനറൽസ് ബിക്കോസ് ഓഫ് ഹിസ് കെയർ ഫോർ ദി മെൻ ആൻഡ് ഹിസ് റെക്കോർഡ് ആസ് എ ഫൈറ്റർ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? അണ്ടർലൈൻ സെഗ്മെന്റ് ആൻഡ് അഗെയിൻ നോ ഇംപ്രൂവ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അണ്ടർ കവർ ഓഫീസേഴ്സ് വെർ സെന്റ് ടു ഗ്യാദർ ഇൻഫർമേഷൻ ആൻഡ് ദേ ഗേവ് എവിഡൻസ് ആൻഡ് കോഡ് ഫ്രം ബിഹൈൻഡ് സ്ക്രീൻസ് to protect their identities. Undercover officers were sent to protect their identities. Undercover officers to protect their identities. There ആണ്, ഓഫീസേഴ്സ് ആണ്, പ്ലൂറൽ ആണ്. എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഫോർ പ്രൊട്ടക്റ്റിംഗ് ഹിസ് ഐഡൻറ്റിറ്റീസ് പറ്റില്ല. ഇൻ പ്രൊട്ടക്റ്റിംഗ് ദെയർ ഐഡൻറ്റിറ്റീസ് വേണം, പ്ലൂറൽ വേണം. ടു പ്രൊട്ടക്റ്റിംഗ് ഇന്നും വരില്ല. ടു പ്രൊട്ടക്റ്റിംഗ് ദെയർ ഐഡൻറ്റിറ്റീസ് ഇസ് ഓൾസോ റോങ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. നോ ഇംപ്രൂവ്മെൻ്റ് ആണ് വരുന്നത്. ടു പ്രൊട്ടക്റ്റ് ആണ്, ING ഉപയോഗിക്കുന്നില്ല. ആൻഡ് ദെയർ ആണ്, പിന്നെ പ്ലൂറൽ ഐഡൻറ്റിറ്റീസ്. ഒരുപാട് പേരുണ്ടല്ലോ. അടുത്തത് അഞ്ചാമത്തെ നോക്കിയാലും എന്താണ്? ഗ്രമാറ്റിക്കൽ എറർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രമാറ്റിക്കൽ എറർ എന്താണ്? ഷാൽ ഹെർ ഫ്ലൈറ്റ് ഗെറ്റ് ക്യാൻസൽ, യുവർ മദർ സേസ് ഷീ വിൽ സെൻഡ് യു എ മെസ്സേജ്. സോ ഇവിടെ നോ എറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. സോ ദാറ്റ് മീൻസ് നിർബന്ധമായിട്ടും ഒരു എറർ കണ്ടിരിക്കണം. സോ ഷാൽ ഹെർ ഫ്ലൈറ്റ് ഗെറ്റ് ക്യാൻസൽ, ഇത് നമുക്ക് ഇഫ് വെച്ചിട്ട് നമുക്കറിയാം. ഇഫ് ഹെർ ഫ്ലൈറ്റ് ഗെറ്റ്സ് ക്യാൻസൽഡ് യുവർ മദർ സേസ് ഷീ വിൽ സെൻഡ് യു എ മെസ്സേജ്. അങ്ങനെയാണെങ്കിൽ അമ്മ പറയും, ഇല്ലേ, മെസ്സേജ് അയക്കും, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഷാൽ ഹെർ ഫ്ലൈറ്റ് ഗെറ്റ് ക്യാൻസൽഡ് എന്നല്ല നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു വേർഡാണ്, കണ്ടീഷണൽ ക്ലോസ് തന്നെയാണ്. ഷുഡ് ഹെർ ഫ്ലൈറ്റ് ഗെറ്റ് ക്യാൻസൽഡ്. സോ ഇഫ് ഹെർ ഫ്ലൈറ്റ് ഗെറ്റ്സ് ക്യാൻസൽഡ് എന്ന് ഉള്ളത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, ഷുഡ് ഹെർ ഫ്ലൈറ്റ് ഗെറ്റ് ക്യാൻസൽഡ്. അതിനെ ഷാൽ എന്ന് പറയുന്ന അങ്ങനെ ഒരു യൂസേജ് നമുക്കില്ല ഇംഗ്ലീഷിൽ. സോ ഷുഡ് ഹെർ ഫ്ലൈറ്റ് ഗെറ്റ് ക്യാൻസൽഡ് ആണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സം പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് മേ ഹാവ് എറർ. സോ അഗെയിൻ നമുക്ക് വരുന്നത് എന്താണ്? എറർ കറക്ഷൻ ആണ്. സോ എറർ കറക്ഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇൻ ദി ഏൻഷ്യന്റ് വേൾഡ് തിയറീസ് ഓഫ് ദി ഒറിജിൻ ഓഫ് എർത്ത് ആൻഡ് ദി ഒബ്ജെക്ട്സ് see in the sky were certainly much less constrained. Theories of the origin of the earth ആയിരിക്കണം. Okay, so the earth വരണം. And the objects see in the sky അല്ല, objects seen in the sky ആയിരിക്കണം. So objects seen ആയിരിക്കണം. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇത് ഒരു സിമ്പിൾ എറർ കറക്ഷൻ ആയിരുന്നു. സീൻ ഇൻ ദി സ്കൈ എന്നാണ് നമ്മൾ പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ഇനി നമുക്ക് സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത്ത് ക്വസ്റ്റ്യൻ എന്താണ്? അഗെയിൻ എറർ കറക്ഷൻ ആണ് സെവൻത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. അതൊന്ന് നോക്കാം. സെവൻത്ത് ക്വസ്റ്റ്യനിൽ എന്താണ്? ഫ്യൂവർ ദാൻ, സോ അഗെയിൻ ഫീവർ അല്ല കേട്ടോ, ഫ്യൂവർ ആണ്. ഫ്യൂവർ ദാൻ 1% ഓഫ് എർത്ത് സർഫസ് വാട്ടർ ഇസ് അൺസോൾട്ടഡ് ആൻഡ് അവൈലബിൾ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. സോ ഫ്യൂവർ അവിടെ ടൈപ്പിംഗ് എറർ ആണ്. ഫ്യൂവർ ഇവിടെ ഫ്യൂവർ ദാൻ 1% ഓഫ് ദി എർത്ത്സ് വാട്ടർ. നമ്മൾ ഈ വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂ അല്ല, പകരം എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ലിറ്റിൽ ആണ്. ഇപ്പോൾ ലിറ്റിലിൻ്റെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ആണ്, അല്ലെങ്കിൽ ലെസർ ആണ്. സോ ഫ്യൂവർ കാർസ് എന്ന് നമുക്ക് പറയാം. കാർ അല്ലേ, എണ്ണാൻ പറ്റുന്നതാണ്. കാറിനെ നമുക്ക് എണ്ണാൻ പറ്റും. ഫ്യൂവർ കാർസ് ഓർ ഫ്യൂ പെൻസിൽസ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അതൊക്കെ എണ്ണാൻ പറ്റുന്ന വസ്തുവാണ്. പക്ഷേ എണ്ണാൻ പറ്റാത്ത വാട്ടറിൻ്റെ കൂടെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ലെസ് ആണ്. സോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ്? ഫ്യൂവർ ദാൻ 1% അല്ല, പകരം എന്താ കൊടുക്കേണ്ടത്? ലെസ് ദാൻ 1% ഓഫ് ദ എർത്ത്സ് വാട്ടർ എന്നായിരിക്കണം. സോ ദിസ് ഇസ് ദി ആൻസർ. ലെസ് ദാൻ 1% ആയിരിക്കണം ആൻസർ വരുന്നത്. ഞാൻ നമുക്ക് അടുത്ത നോക്കാം. ചൂസ് എ വേർഡ് ദാറ്റ് മീൻസ് സെയിം ആസ് എ ഗിവൺ വേർഡ്. ഫറ്റീഗ്. ഫറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ക്ഷീണം എന്നാണ് അർത്ഥം വരുന്നത്. സോ അതിൻ്റെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ടയേർഡ്നെസ്. ക്ലംസി എന്നുള്ള വേർഡ് നമ്മൾ നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അത്? ഇനെപ്റ്റ്നെസ്. ഇനെപ്റ്റ്നെസ് കണ്ടോ, സെയിം വേർഡ് തന്നെ വന്നിരിക്കുകയാണ്. ഫ്രഷും സ്റ്റേബിളും ഒക്കെ അറിയാലോ. നയൻത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. നയൻത്ത് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? The problem, at least for those holidaying in Gibraltar, is that neither of these hotels dash a beach. അപ്പോൾ ഇത് ഇത്തിരി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നീദർ ഓഫിൻ്റെ കൂടെ നീദർ ഓഫ് പ്ലസ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? പ്ലൂറൽ നൗൺ. നീദർ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ. ദീസ് ഹോട്ടൽസ് പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ വേർബ് ആയിരിക്കണം. സോ നീദർ ഓഫ് കഴിഞ്ഞതിന് ശേഷം നീദർ ഓഫ് പ്ലൂറൽ നൗൺ ആൻഡ് ദെൻ ഇവിടെ എന്താ വരേണ്ടത്? സിംഗുലർ വേർബാണ് വരേണ്ടത്. സോ അങ്ങനെ വരുമ്പം ഏതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ദ പ്രോബ്ലം ഈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാഡ് ഉപയോഗിക്കാൻ പറ്റില്ല. സോ പ്രോബ്ലം ഈസ് ദാറ്റ് നീദർ ഓഫ് ദീസ് ഹോട്ടൽസ് ഹാസ് എ ബീച്ച് അല്ല. അപ്പോൾ ജിബ്രാൾട്ടറിൻ്റെ ഈ ഒരു ഹോളിഡേക്ക് നമുക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹോട്ടൽസിലും എന്താണ്? ബീച്ച് സൈഡ് ഇല്ല. അതാണ് അവിടെ പറയുന്നത്. സോ ഹാസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ജംബിൾഡ് സെൻറ്റൻസസ് ആണ്. അതിനെ ഒന്ന് നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കണം. സ്റ്റുഡൻസ് വെയർ എക്സ്പെക്റ്റഡ് സ്റ്റഡീഡ് ഇൻ ഏർലിയർ ക്ലാസ്സസ്. സോ എയിലും സിയിലും മാത്രമേ തുടങ്ങുള്ളൂ. ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന അങ്ങനെയാണ്. സോ എ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വെയർ എക്സ്പെക്റ്റഡ് ഹാവിങ് റീച്ച്ഡ് ഹയർ ക്ലാസ്സസ്. ഇനി അത് നമുക്ക് നോക്കാം. പിന്നെ ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് വരുന്നത്. സ്റ്റുഡൻസ് വെയർ എക്സ്പെക്റ്റഡ് ടു നോ ദി ഫോർമുലാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് എ കഴിഞ്ഞ ഉടനെ തന്നെ ഡി വരുന്ന ഒരു ഓപ്ഷനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എ കഴിഞ്ഞ ഡി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഡി ഉണ്ട്, അതേപോലെ സി ഉണ്ട്. എ കഴിഞ്ഞ ഡി വരുന്നത് വേറെ ഒന്നും തന്നെ എ കഴിഞ്ഞ ഉടനെ തന്നെ ഡി വരുന്നില്ല. സോ ഇത് രണ്ടും ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്താ വരുന്നത് ആൻസർ. ഹാവിങ് റീച്ച്ഡ് ഹയർ ക്ലാസ്സസ് സ്റ്റുഡൻസ് വെയർ എക്സ്പെക്റ്റഡ് ടു നോ ദ ഫോർമുലാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് സ്റ്റഡീഡ് ഇൻ ഏർലിയർ ക്ലാസ്സസ്. നേരത്തെ ചെറിയ ക്ലാസ്സസ് ലോവർ ക്ലാസ്സസിലൊക്കെ പഠിച്ച ഫോർമുലാസും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസും ഒക്കെ അറിഞ്ഞിരിക്കണം വലിയ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ ജംബിൾഡ് സെൻറ്റൻസസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. Now we'll move on to the 11th question. 11th question എന്താ വരുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ബുക്സ് കോസ്റ്റിംഗ് മണി ആൻഡ് റിക്വയറിംഗ് ദ യൂസർ ടു റീഡ് ദം ഫോർ ദി ഐഡിയ ടു സ്പ്രെഡ്. എന്തോ ഒന്ന് മിസ്സിംഗ് അല്ലേ? ഇത് കഴിഞ്ഞ് എന്തോ വേണം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട്. സോ ബുക്സ് കോസ്റ്റിംഗ് മണി ആൻഡ് റിക്വയറിംഗ് അല്ല വരുന്നത്. ബുക്സ് കോസ്റ്റ് മണി ആൻഡ് റിക്വയർ ദ യൂസർ ടു റീഡ് ദം ഫോർ ദി ഐഡിയ ടു സ്പ്രെഡ്. സോ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ. ബുക്സ് കോസ്റ്റ് മണി ആൻഡ് റിക്വയർ. ബുക്സ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. സോ ബുക്സ് കോസ്റ്റ് മണി ആൻഡ് റിക്വയർ ദ യൂസർ ടു റീഡ് ദം ഫോർ ദി ഐഡിയ ടു സ്പ്രെഡ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. 12th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെലക്ട് ദി ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ്. ഏതാണ് ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ്? ഡിമിനുറ്റീവ്, പ്രസിയൻറ്റ്, സ്പെക്ടാക്കുലർ, ടെക്ടോണിക്. അപ്പോൾ ഇതിലെ നമുക്ക് ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ് കാണുമെന്ന് നമുക്ക് അറിയാം. ദിസ് ഇസ് പ്രസിയൻറ്റ്. മുൻകൂട്ടി കാണുക. പ്രസിയൻറ്റ്. ഫോർ വാർണിംഗ്. ഏർലി വാർണിംഗ് ആണ് പ്രസിയൻറ്റ് എന്ന് പറയുന്നത്. സോ സ്പെല്ലിംഗ് നോക്കാം. ഐ ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. ഏർലി വാർണിംഗ് ആണ് പ്രസിയൻറ്റ്. ഡിമിനുറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെരി സ്മോൾ, എക്സ്ട്രീംലി സ്മോൾ ആണ് ഡിമിനുറ്റീവ് എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. മൈന്യൂട്ട് അവിടെ ഉണ്ട്. മൈന്യൂട്ടീവ്, ഡിമിനുറ്റീവ്. ഓക്കെ. നെക്സ്റ്റ് സ്പെക്ടാക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കര സംഭവമായിട്ടുള്ള വലുത് അല്ലെ? ത്രില്ലിംഗ് ആണ്, സ്ട്രൈക്കിംഗ് ആണ് സ്പെക്ടാക്കുലർ. ടെക്ടോണിക് അറിയാം, എർത്ത് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലേറ്റ് ടെക്ടോണിക്സ്. സോ സ്ട്രക്ചർ ഓഫ് എർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ടെക്ടോണിക്. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിംഗ് അറിയാമെങ്കിലും അറിയില്ല എങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോകണം. കാരണം അടുത്ത പ്രാവശ്യം ഇത് തന്നെ ആവണം എന്നില്ല. ആൻഡ് ഇത് സിനണിമായിട്ടോ ആൻറ്റണിമായിട്ടോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും ഇഡിയമാണ്. ലിറ്റിൽ ബിറ്റ് ഈസി ആയിട്ടുള്ളൊരു ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബാക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. ഇല്ലേ? ട്രീ റോങ് ആണ്, നമ്മൾ ബാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യമില്ല, അവിടെ ബാക്ക് ചെയ്തിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ടു ബ്ലെയിം സംവൺ അൺഫെയർലി ഫോർ എ പ്രോബ്ലം അല്ല. ടു ബി മിസ്റ്റേക്കൺ, ടു ബി ലുക്കിംഗ് ഫോർ സൊല്യൂഷൻസ് ഇൻ ദ റോങ് പ്ലേസ്, ടു ഇഗ്നോർ സംവൺ ബീങ് ട്രീറ്റഡ് ദ സെയിം അൺപ്ലസന്റ് വേ യു ഹാവ് ട്രീറ്റഡ് അതേഴ്സ്. സോ അതും തെറ്റാണ്. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ടു ബി മിസ്റ്റേക്കൺ. ഇല്ല, നമുക്കൊരു തെറ്റ് പറ്റി. ബാക്കിംഗ് അപ്പ് ദ യു ആർ ലുക്കിംഗ്
at the wrong place, looking for solutions in the wrong place. So തെറ്റായ സ്ഥലത്താണ് സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിക്കുന്നത്. അവിടെ നിന്നൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. So that is barking up the wrong tree. Now next grammatical error ആണ് ചോദിച്ചിരിക്കുന്നത്. It is often said that the way to the man heart is through his stomach. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം the way to the man heart അല്ല, നമുക്ക് എന്താ പറയുന്നത് the way to the man's heart. The way to the man's heart ആയിരിക്കണം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 15 നമുക്ക് നോക്കാം. 15ൽ എന്താ വരുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15ൽ യുവർ ബ്രദർ ഈസ് ഡാഷ് ഇൻ്റലിജൻറ്റ് ദാൻ യുവർ ഫാദർ. സോ ഡാഷ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാണാതെ തന്നെ അറിയാം, നമുക്ക് മോർ ഇൻ്റലിജൻറ്റ് ആയിരിക്കണം. മോർ ഓപ്ഷൻ ഉണ്ടോ? യെസ്, മോർ ഉണ്ട്. സോ മോർ ഇൻ്റലിജൻറ്റ് ദാൻ യുവർ ഫാദർ. Now നെക്സ്റ്റ് വൺ അറേഞ്ച് ജംബിൾ സെൻറ്റൻസ്. ജംബിൾ സെൻറ്റൻസിന് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ജംബിൾഡ് സെൻറ്റൻസിൽ സോ ജംബിൾഡ് സെൻറ്റൻസ് ഒന്ന് നോക്കുക. ഈ ജംബിൾഡ് സെൻറ്റൻസിൻ്റെ പ്രോബ്ലം ഇതാണ്. ഓപ്ഷൻസ് എല്ലാം തന്നെ എയിലാണ് തുടങ്ങുന്നത്. സോ ഹാഫ് വേൾഡ്സ് പോപ്പുലേഷൻ ഈസ് നൗ അണ്ടർ ലോക്ക്ഡൗൺ ഓർഡേഴ്സ്. അത് മാറ്റാൻ പറ്റില്ല, അതിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഇനി നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കേണ്ടി വരും. ഹാഫ് വേൾഡ്സ് പോപ്പുലേഷൻ ഈസ് നൗ അണ്ടർ ലോക്ക്ഡൗൺ ഓർഡേഴ്സ് ആസ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി വൈറസ് ഹാസ് ബിക്കം അവൈലബിൾ. Public advisories have also shape-shifted accordingly. It is to help fight the COVID-19 contagion that has picked up fearful. So അത് എ കഴിഞ്ഞ സി വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം എന്തിനാണ് ലോക്ക്ഡൗൺ? ടു ഫൈറ്റ് COVID-19 കണ്ടേജിയൻ. അങ്ങനെ COVID-19 കണ്ടേജിയൻ ഫൈറ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് പോസിബിലിറ്റി വരുന്നുള്ളൂ? ഇൻഫർമേഷൻ അബൌട്ട് ദ വൈറസ്. കാരണം COVID-19 പറഞ്ഞതിന് ശേഷം വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. സോ എ സി കഴിഞ്ഞാൽ ബി വരണം. എ സി കഴിഞ്ഞാൽ ബി വരുന്ന ഓപ്ഷൻ ബി ആണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആകും. സോ ദാറ്റ് ഹാസ് പിക്ഡ് അപ്പ് ഫിയർഫുൾ പേസ് ത്രൂ ദ മന്ത് ഓഫ് മാർച്ച് ആൻഡ് ദെൻ അഡ്വൈസറി ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് അഡ്വൈസറീസ് ഹാവ് ഓൾസോ ഷിഫ്റ്റഡ് അക്കോർഡിംഗ്ലി. എന്ത് ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്? എവല്യൂഷൻ ഹാസ് ടേക്കൺ പ്ലേസ് ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് മാസ്ക്. മാസ്കിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ്. അതാണ് പിന്നെ അഡ്വൈസറിയിൽ ഷേപ്പ് ഷിഫ്റ്റിംഗ് ഉണ്ടായത്. സോ ഈ ഓപ്ഷൻസ് നമുക്കൊന്ന് ഒന്ന് സ്റ്റഡി ആയിട്ട് വെച്ചിട്ട് ബാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ ഏകദേശം അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17 എന്താണ്? വീണ്ടും ഗ്രാമാറ്റിക്കൽ എറർ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17ൽ Startled, he looked around to locate the source of the sharp sound but would not be finding any. So ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ബട്ട് വുഡ് നോട്ട് ബി ഫൈൻഡിങ് എനി അല്ലേ? വുഡ് നോട്ട് ബി ഫൈൻഡിങ് എനി അല്ല, എന്തായിരിക്കണം? ഹി ലുക്ക്ഡ് അറൗണ്ട്. സോ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിൽഡ് അല്ലേ? പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഹി ലുക്ക്ഡ് അറൗണ്ട് ടു ലൊക്കേറ്റ് ദ സോഴ്സ് ഓഫ് ദി ഷാർപ്പ് സൗണ്ട്. സൗണ്ട് എവിടുന്നാണ് വന്നതെന്നുള്ളത് അന്വേഷിക്കാൻ പോയി, പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എനി. വുഡ് നോട്ട് അല്ല, ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എനി അങ്ങനെ വരണം. സോ ഫൈൻഡ് ആണ്, ബി ഫൈൻഡിങ് ഒന്നുമില്ല. സോ കുഡ് നോട്ട് ഫൈൻഡ് എനി. ക്വസ്റ്റ്യൻ നമ്പർ 18. An official pardon for people who have been convicted of political offenses. So official pardon ആണ്. പാർഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാളെ നമ്മൾ വിട്ടേക്കുവാണ് ചെയ്യുന്നത്, ക്ഷമിക്കുവാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഒഫീഷ്യൽ ആയിരിക്കണം, ഒഫീഷ്യൽ പാർഡൺ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ലിബറേഷൻ, എക്സോണറേഷൻ, ഇമ്മ്യൂണിറ്റി ആൻഡ് ആംനസ്റ്റി. എക്സോണറേഷൻ എന്ന് പറയുന്നത് ഫ്രീ ഫ്രം ഗിൽറ്റ് ആണ്, അല്ലെങ്കിൽ റിലീസ് ചെയ്യുക, കുറ്റവിമുക്തനാക്കുക എന്നുള്ളതാണ് എക്സോണറേറ്റ് എന്ന് പറയുന്നത്. സോ റിലീസ് ഫ്രം ഗിൽറ്റ് ആണ്, കുറ്റവിമുക്തനാക്കുകയാണ് എക്സോണറേഷൻ. പക്ഷെ പാർഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ആംനസ്റ്റിയാണ്. ഒഫീഷ്യൽ പാർഡൺ ആണെങ്കിൽ അയാളെ പൂർണ്ണമായും വിട്ടേക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള പാർഡൺ നമ്മൾ പറയുന്നത് അംനസ്റ്റി എന്നാണ്. ഇമ്മ്യൂണിറ്റി അറിയാലോ, ചില വലിയ ഡെലിഗേറ്റ്സിനൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അവർക്ക് പ്രതിരോധമുണ്ട്, അല്ലെങ്കിൽ അവരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കോൺവിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളത് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയും, പ്രതിരോധം. ആൻഡ് ദെൻ ലിബറേഷൻ ഇസ് ടു ലിബറേറ്റ് അല്ലേ, ഫ്രീ ചെയ്യുക. സോ ഒഫീഷ്യൽ പാർഡൺ എന്ന് പറയുന്നത് അംനസ്റ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19 എന്താണ്? A husband's or wife's provision for a spouse
ആഫ്റ്റർ സെപ്പറേഷൻ ഓർ ഡിവോഴ്സ്. അതായത് മെയിൻ്റനൻസ്, വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ്, ഒരു ഡിവോഴ്സിന് ശേഷം ഡിവോഴ്സ് സെറ്റിൽമെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഡിവോഴ്സിന് ശേഷം കൊടുക്കുന്ന പ്രൊവിഷൻ, ഒരു ഫെസിലിറ്റി കൊടുക്കുവാണ്, പൈസയായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുന്നത്, അത് ഹസ്ബൻഡിനോ അത് വൈഫിനോ കിട്ടുമ്പം അതിൻ്റെ ഒരു പേര് നമ്മൾ പറയാറുണ്ട് സെപ്പറേഷന് ശേഷം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? ദാറ്റ് ഈസ് അലിമണി. ALI ആണ്, ALIMONY, അലിമണി എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. മെയിൻ്റനൻസ്, ഡിവോഴ്സിന് ശേഷമുള്ള മെയിൻ്റനൻസ് ഹസ്ബൻഡിനോ വൈഫിനോ കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് അലിമണി എന്നാണ്. റെമിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെമിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് സെൻറ്റ് ഇൻ ദ ഫോം ഓഫ് മണി. ആർക്കും ഒരാൾക്ക് നമ്മൾ പൈസയായിട്ടോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ടോ അയക്കുന്നതിനെയാണ് റെമിറ്റൻസ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ദാറ്റ്സ് എ റെമിറ്റൻസ്. അത് പൈസയായിട്ട് കിട്ടി അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ദാറ്റ് ഇസ് റെമിറ്റൻസ്. പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇറ്റ്സ് എ ഫെസിലിറ്റി. പ്രൊവിഷൻ ഇല്ല, പ്രൊവിഷൻ അല്ല. സോ ദാറ്റ് ഇസ് ഫെസിലിറ്റി, ഇതേ പ്രൊവിഷൻ. ആൻഡ് ദെൻ പാട്രിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാദർ ടു സൺ പ്രോപ്പർട്ടി. ഫാദർ ടു സൺ പ്രോപ്പർട്ടി വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? പാട്രിമണി എന്ന് പറയും. സോ പ്രോപ്പർട്ടി ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ഫാദർ. അച്ഛനിൽ നിന്നും പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? പാട്രിമണി എന്നാണ് പറയുന്നത്. നൗ നെക്സ്റ്റ് ഇഡിയം ഓർ ഫ്രേസ്, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ പേപ്പറിൻ്റെ. ബൈറ്റ് ഓഫ് മോർ ദൻ യു ക്യാൻ ച്യൂ. അല്ലെ, കൊക്കിലൊതുങ്ങാത്തത് കൊത്തുക എന്നുള്ളതാണ് ബൈറ്റ് ഓഫ് മോർ. നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല, എന്നാലും നമ്മൾ കുറേ അധികം തന്നെ ബൈറ്റ് ചെയ്യുവാണ്. ബട്ട് യു കാൺ ച്യൂ, നമുക്ക് ചവയ്ക്കാൻ പറ്റുന്നില്ല. ആ ഒരു മീനിങ് വരണം, ഇല്ലേ? ആ ഒരു രീതിയിലുള്ള മീനിങ് വരണം. ടു ടേക്ക് ഓൺ എ പ്രോജക്റ്റ് ദാറ്റ് യു ക്യാൻ നോട്ട് ഫിനിഷ്, സാധ്യതയുണ്ട്. ടേക്കിംഗ് ക്രെഡിറ്റ്സ് ഫോർ സമ്മൺ എൽസസ് അച്ചീവ്മെൻറ്റ്സ് അല്ല. ബീയിങ് ട്രീറ്റഡ് ദ സെയിം അൺപ്ലസൻറ്റ് വേ യു ഹാവ് ട്രീറ്റഡ് അതേഴ്സ്. ഇത് നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ എവിടെയോ കണ്ടു നേരത്തെ. ദെൻ സംതിങ് കൺസിഡർഡ് ടു ഇൻസിഗ്നിഫിക്കൻറ്റ് ടു ക്രിയേറ്റ് എൻ ഇമ്പാക്ട്. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ടു ടേക്ക് ഓൺ എ പ്രോജക്റ്റ് ദാറ്റ് യു ക്യാൻ നോട്ട് ഫിനിഷ്. അല്ലേ, ഒരുപാട് പ്രോജക്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എടുക്കുക, നമുക്ക് തീർക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഓൾറെഡി നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ട്. ആൻഡ് ദെൻ യു ആർ ടേക്കിംഗ് ഓൺ അനദർ പ്രോജക്റ്റ്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ 19th ഷിഫ്റ്റ് 2 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷിഫ്റ്റ് 3 നോക്കാം. അപ്പോൾ നമുക്ക് ഫെബ്രുവരി 19th ഷിഫ്റ്റ് 3യുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം എറർ കറക്ഷൻ ആണ് വരുന്നത്. നീദർ മൈ സിസ്റ്റർ ആൻഡ് മൈ ബ്രദർ ഈസ്. അപ്പോൾ അവിടെ തന്നെ തെറ്റുണ്ട്. നീദർ മൈ സിസ്റ്റർ നോർ മൈ ബ്രദർ ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു 1, 2 എല്ലാം ഫോളോ ചെയ്യുന്നത് ഇവിടെ വേണം നോക്കാനായിട്ട്. നീദർ മൈ സിസ്റ്റർ നോർ മൈ ബ്രദർ ഈസ്. സോ നോർ മൈ ബ്രദർ ഈസ്, അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ നീദറിൻ്റെ കൂടെ എപ്പോഴും നോർ ആണ് വരുന്നത്, ആൻഡ് അല്ല. അപ്പോൾ ബാക്കി വായിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരു സ്ഥലത്തല്ലേ എറർ വരുന്നുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത അത്യാവശ്യം വലിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് രണ്ടാമത്തത്. ആൻഡ് ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് ആണ്. അതിൽ S1ഉം S6ഉം ഫിക്സ്ഡ് ആണെന്ന് അവർ കൊടുത്തിട്ടുണ്ട്, ബാക്കി മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. സോ വിഷ്വൽ റെക്കഗ്നിഷൻ ഇൻവോൾവ്സ് സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഓഫ് മെമ്മറീസ്. സോ വിഷ്വൽ റെക്കഗ്നിഷൻ അനുസരിച്ചാണ് മെമ്മറീസ് വരുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ S6 എന്താ പറയുന്നത്? ദ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ ഈസ് മാച്ച്ഡ് വിത്ത് ദ റെറ്റിനൽ ഇമേജ് ഇൻ സിംഗിൾ ഓപ്പറേഷൻ. സോ ഇന്റേണൽ റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ് S6 പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒന്നിക്ക് S തുടങ്ങാം, R തുടങ്ങാം, Q തുടങ്ങാം. അതായത് P ഫസ്റ്റ് സെൻറ്റൻസ് എന്തായാലും വരുന്നില്ല. സോ വിഷ്വൽ റെക്കഗ്നിഷൻ കഴിഞ്ഞതിന് ശേഷം Qओ Rओ SO ആയിരിക്കും വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ നമുക്കൊന്ന് നോക്കാം. ഈ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ കാരണം S6 തൊട്ട് മുമ്പത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. The internal representation is matched. The internal representation is matched. So ഇവിടെ S നോക്കിയ when an object is encountered again it is matched with its internal recognition and thereby recognized. So internal recognition എന്ന് S പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ഇന്റേണൽ റെക്കഗ്നിഷൻ പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വേറെ പറയുന്നത് Qല് ന്യൂറൽ ആക്ടിവിറ്റി ട്രിഗേർഡ് ബൈ ദി ഐ ഫോംസ് ആൻ ഇമേജ് ഇൻ ദ ബ്രെയിൻസ് മെമ്മറി സിസ്റ്റം ദറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ ഓൺ ദ വ്യൂഡ് ഒബ്ജക്റ്റ്. അപ്പോൾ Q അല്ലെങ്കിൽ S, ഒരു പക്ഷേ Qओ SO നമ്മളൊന്ന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ ഇവിടെ പറയുന്നത്, ഇവിടെ S പറയുന്നത് എൻകൗണ്ടർഡ് അഗെയിൻ എന്നാണ്. രണ്ടാമത് എൻകൗണ്ടർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആദ്യം എൻകൗണ്ടർ ചെയ്തത് പറഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം എൻകൗണ്ടർ ചെയ്ത് പറയുന്നത് Qലും രണ്ടാമത് എൻകൗണ്ടർ ചെയ്യുന്ന പറയുന്നത് S-ലുമാണ്. സോ അങ്ങനെയാണെങ്കിൽ QS അവസാനിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കണം നമ്മുടെ ആൻസർ വരുന്നത്. QS അവസാനിക്കുന്ന ആകെ ഒരെണ്ണം C മാത്രമേ ഉള്ളൂ. C ആണ് നമ്മുടെ ആൻസർ വരുന്നത്. വായിച്ചു നോക്കിയാൽ കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും. വിഷ്വൽ റെക്കഗ്നിഷൻ ഇൻവോൾവ്സ് സ്റ്റോറിങ് ആൻഡ് റിട്രീവിംഗ് ഓഫ് മെമ്മറീസ്. Controversy surrounds the question of whether recognition is a single one-step procedure or a serial step by step one.
അപ്പോൾ അതിനെ പറഞ്ഞിരിക്കുന്നത് psychologists of the Gestalt school maintain that objects are recognized as a whole in a പാരലൽ പ്രൊസീജിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റൽ സ്കൂളാണ് അവർ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ ന്യൂറൽ ആക്ടിവിറ്റിയിൽ ഒരു ഇമേജാണ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ. അതേ ഒബ്ജക്റ്റ് വീണ്ടും എൻകൗണ്ടർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സെൻറ്റൻസ് വളരെ പാസേജിലെ ഈ സെൻറ്റൻസസ് വളരെ ലോങ് ആണെങ്കിലും കോൺസെപ്റ്റ് വളരെ ഷോർട്ടും വളരെ കൺസൈസും വളരെ ക്ലിയറുമാണ്. നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സാധനവും ഇതിനകത്തില്ല. സെൻറ്റൻസിൻ്റെ നീളം കൂടുതൽ അല്ലെങ്കിൽ ലെങ്ത് കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജംബിൾഡ് അപ്പ് സെൻറ്റൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് നോക്കാം. The sentence below has been divided into 3 parts. Select the part. Again, error correction ആണ് വരുന്നത്. നമുക്ക് നോക്കിയാലോ. Cadets applying for the Indian Navy must go through several examination, interviews and medical tests. അപ്പോൾ ഇത് അതേ ഓർഡറിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഗോ ത്രൂ സെവറൽ എക്സാമിനേഷൻ എന്ന് വായിച്ചപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. എക്സാമിനേഷൻ അല്ല, എന്താ വരേണ്ടത്? സെവറൽ ആണെങ്കിൽ എക്സാമിനേഷൻസ് പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം. ആന്റണിം ആണ് പറഞ്ഞിരിക്കുന്നത് ഇംപെർട്ടർബിൾ. വേർഡ് എന്താണ്? ഇംപെർട്ടർബിൾ. പെർട്ടർബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് എന്നാണ് അർത്ഥം. പെർട്ടർബ്ഡ് മീൻസ് ഡിസ്റ്റർബ്ഡ്. സോ ഐ എം പെർട്ടർബ്ഡ്, ഐ എം ഡിസ്റ്റർബ്ഡ് എന്ന് പറയും. സോ ഇംപെർട്ടർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്തത്, അതാണ്. സോ അതിൻ്റെ ആന്റണിമാണ് ചോദിച്ചത്. ആന്റണിം എന്തായിരിക്കും വരുന്നത്? ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. എക്സൈറ്റബിൾ. എക്സൈറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സൈറ്റഡ് ആവുക. ഇംപെർട്ടബിൾ എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആവുന്നില്ല എന്നാണ് അർത്ഥം. സോ എക്സൈറ്റബിൾ, യു ഗെറ്റിംഗ് എക്സൈറ്റഡ്. ആൻഡ് ഹാൽസിയണും സ്റ്റോയിക്കലും സെയിം മീനിങ് ആണ്. ഹാൽസിയൺ എന്ന് പറയുന്നത് കാം അല്ലെങ്കിൽ പീസ്ഫുൾ അല്ലെങ്കിൽ പ്ലസൻ്റ് ആണ് ഹാൽസിയൻ. ഇത് പ്രത്യേകിച്ച് നമ്മളിത് ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് വിചാരിച്ചാൽ ഹാൽസിയൻ ഡേയ്സ് ഓഫ് മൈ ലൈഫ് എന്ന് പറയാറുണ്ട്. അതായത് പണ്ട് കാലത്ത് ലൈഫ് വളരെ പീസ്ഫുൾ ആയിരുന്നു, കാം ആയിരുന്നു, ഇത്ര ഫാസ്റ്റ് ആയിരുന്നില്ല, എന്തൊരു സന്തോഷമായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് ഹാൽസിയൻ ഡേയ്സ്. ആ ഒരു പഴയ പ്ലസൻറ്റ്, കാം, പീസ്ഫുൾ ആയിട്ടുള്ള ദിവസങ്ങൾ. അതേപോലെ സ്റ്റോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോയിക്കൽ അല്ലെങ്കിൽ സ്റ്റോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൺട്രോൾഡ് ആണ്. ഇമോഷൻസ് ഒന്നും പ്രത്യേകം പുറത്ത് കാണിക്കാത്ത ഒരവസ്ഥയാണ് നമ്മൾ സ്റ്റോയിക്കൽ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കാണിക്കുന്നത് ഒരു കൺട്രോളാണ്. ഇംപെർട്ടബിൾ പോലെ തന്നെ കൺട്രോൾഡ് ആണ്. അപ്പോൾ അതൊന്നും ഇവിടെ ആൻസർ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? കറക്ഷൻ വേണോ വേണ്ടോ എന്നാണ് ചോദ്യം വരുന്നത്. സോ ലെറ്റ് us see the question. So he did exceptionally well in his exams because he had tutored all week. അദ്ദേഹം നന്നായിട്ട് എക്സാമിൽ പെർഫോം ചെയ്യാനുള്ള കാരണം അയാൾ ട്യൂട്ടർ ചെയ്തു എന്നല്ല, അയാളെ ആരോ ട്യൂട്ടർ ചെയ്തു എന്നാണ്. അപ്പോൾ ആ വോയിസ് കറക്റ്റ് ആയിരിക്കണം. ഹി ഹാഡ് ട്യൂട്ടേർഡ് അല്ല, ഹി ഹാഡ് ബീൻ ട്യൂട്ടേർഡ്. ഹി ഹാഡ് ബീൻ ട്യൂട്ടേർഡ്. സോ ആസ് ഹി ഹാഡ് ബീൻ ട്യൂട്ടേർഡ് ഓൾ വീക്ക്. ആസ് ഹി ഹാഡ് ബീൻ ട്യൂട്ടേർഡ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അയാളെ ആരോ ട്യൂട്ടർ ചെയ്തുകൊണ്ടാണ് വരുന്നത്. സോ ഹി ഹാഡ് ബീൻ ട്യൂട്ടേർഡ് ഓൾ വീക്ക്. ഓക്കെ. Now next question. Going by the number of people present, it was appearing that the seminar was a huge success. സോ എത്ര വന്ന ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ സെമിനാർ ഒരു സക്സസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വീണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എറർ കറക്ഷൻ ആണ്. സോ ഇവിടെ പ്രശ്നം ഗോയിങ് ബൈ ദ നമ്പർ ഓഫ് പീപ്പിൾ, ഇറ്റ് വാസ് അപ്പിയറിംഗ് അല്ല, ഇറ്റ് അപ്പിയർഡ് ദാറ്റ്. നമുക്ക് തോന്നുവാണ് അതൊരു സക്സസ് ആണ്. സോ ഇറ്റ് വാസ് അപ്പിയറിംഗ് അല്ല പറയുന്നത്, ഇറ്റ് അപ്പിയർഡ് ദാറ്റ് ദ സെമിനാർ വാസ് എ ഹ്യൂജ് സക്സസ്. അങ്ങനെ വേണം അത് ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് ഏഴാമത്തെ നോക്കിയാലോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ. സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ്. സിനണിം ആണ് പറഞ്ഞിരിക്കുന്നത്. വിലിഫിക്കേഷൻ. വിലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? വിലിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്രിറ്റിസിസം ആണ്. വിലിഫിക്കേഷൻ മീൻസ് ക്രിറ്റിസിസം. ഒരാളെ നമ്മൾ കണ്ടം ചെയ്യുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക, അയാളെ കുറ്റം പറയുക, അയാൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയുക, അതാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ അതേ മീനിങ് വരുന്നത്, വിലിഫിക്കേഷൻ വരുന്ന മീനിങ് വരുന്നത് അസ്പേർഷൻ ആണ്. അസ്പേർഷൻ ഓൾസോ മീൻസ് ദ സെയിം. ദാറ്റ് ഈസ് യു ആർ ക്രിട്ടിസൈസിങ് എ പേഴ്സൺ, യു സജസ്റ്റിംഗ് ദാറ്റ് അയാൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നതാണ് അസ്പേർഷൻ.
Now, assertion എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ആണ്. ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് assertion വരുന്നത്. അസേർട്ട് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. സോ അത് ഇതുമായിട്ട് ബന്ധം വരുന്നില്ല. വേരിയേഷൻ അറിയാലോ, ചെറിയ മാറ്റം, ചേഞ്ചസ് ആണ് വേരിയേഷൻ. റെക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ചെയ്യുക, കറക്ഷൻ ആണ് റെക്ടിഫിക്കേഷൻ. സോ യു റെക്ടിഫൈ യുവർ ആൻസർ, യു കറക്റ്റ് യുവർ ആൻസർ. സോ കറക്ഷൻ ആണ് റെക്ടിഫിക്കേഷൻ. സോ നമ്മുടെ ആൻസർ വെരിഫിക്കേഷൻ്റെത് aspersion ആണ്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ വരുന്നത്? They were fortunate enough to get a look at the dash mansion from the inside in the poshest area of the city. So they were fortunate enough. ഇല്ലേ, അവർക്ക് എന്തോ they were very lucky to get a look at the dash mansion. എന്ത് മാൻഷൻ ആണ്? opulent ആണോ, indolent ആണോ, benevolent ആണോ, insolent ആണോ? അപ്പോൾ ഇതിൽ എല്ലാം LENT അവസാനിക്കുന്നതാണെങ്കിൽ 4 വേർഡ്സും 4 ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് വരുന്നത്. അതിൽ ഓപ്യുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് അല്ലെങ്കിൽ വെൽതി എന്നുള്ള അർത്ഥത്തിലാണ്. സോ സാധ്യത ഇതാണ്, ടു ലുക്ക് അറ്റ് ദി വെൽതി മാൻഷൻ. മാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിയൊരു വീടാണ്. സോ വലിയ വീടാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു റിച്ച് അല്ലെങ്കിൽ ഒരു വെൽത്തി അല്ലെങ്കിൽ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു മാൻഷൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇൻടോളൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് എ പേഴ്സൺ ഇസ് ഇൻടോളൻ്റ്, ദാറ്റ്സ് എ ലേസി പേഴ്സൺ. ഇല്ല, ഇൻടോളൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസി എന്നാണ് അർത്ഥം. അതേസമയം ആ ഡി ഒന്ന് മാറ്റി ഇൻസലൻ്റ് എസ് ആക്കി കഴിഞ്ഞാൽ റൂഡ് എന്നാണ് അർത്ഥം വരുന്നത്. ഒട്ടും പൊളൈറ്റ് അല്ല, വെരി അറഗൻറ്റ്, ധിക്കാരി, ഇതൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇൻസലൻ്റ് ഒരു എസ്സും ഒരു ഡിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഡി വന്നു കഴിഞ്ഞാൽ ലേസി, എസ് വന്നു കഴിഞ്ഞാൽ ധിക്കാരി ആവുകയാണ് ചെയ്യുന്നത്. ബെനവലൻ്റ് അറിയാലോ, ബെനവലൻ്റ് പേഴ്സൺ ഈസ് വാട്ട്? നമ്മൾ നേരത്തെ പഠിച്ചു, ജനറസ് ആണ്, കൈൻഡ് ആണ്, മ്യൂണിഫിസെൻറ്റ്, കൈൻഡ് ആണ്, ബെനവലൻ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ്? എറർ കറക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദി എറർ? ദ സെയിം സെറ്റ് ഓഫ് ദ ഫാക്ട്സ് ക്യാൻ ബി ടൈലേർഡ് ടു ഫിറ്റ് എനി പ്രീ കൺസീവ്ഡ് നോഷൻ. സോ ഇതിൽ എയും ബിയും സിയും ഒക്കെ മാറ്റി ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക. ദ സെയിം സെറ്റ് ഓഫ് ദ ഫാക്ട്സ് ക്യാൻ ബി ടൈലേർഡ് ടു ഫിറ്റ് എനി പ്രീ കൺസീവ്ഡ് ബിലീഫ്. നമ്മൾ പെട്ടെന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു സാധനം അധികമാണ്. ദ സെയിം സെറ്റ് ഓഫ് ദ ഫാക്ട്സ് എന്ന് നമ്മൾ പറയില്ല. എന്താ പറയുന്നത്? ദ സെയിം സെറ്റ് ഓഫ് ഫാക്ട്സ് എന്നേ പറയുള്ളൂ. ഇത് സൂപ്പർഫിഷ്യൽ, അതിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ദ സെയിം സെറ്റ് ഓഫ് ഫാക്ട്സ് എന്നേ പറയുന്നുള്ളൂ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? സി ആണ് വരുന്നത്. നൗ 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിക്കുന്നത്. ദർ ആർ സം പീപ്പിൾ who think they are God's gift to mankind. അല്ലേ? There are some people who think they are God's gift to mankind. എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടോ? നമുക്ക് തെറ്റൊന്നും തോന്നുന്നില്ല അല്ലേ? നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഹൂസ് തിങ്കിങ് ഈസ് ദാറ്റ്? ദാറ്റ്സ് റോങ്. വിച്ച് തിങ്ക്? പീപ്പിളിനെ നമ്മൾ വിച്ച് എന്ന് പറയില്ല. ദാറ്റ് തിങ്ക് ദേ ഹാഡ് ബീൻ ഗോഡ്സ് ഗിഫ്റ്റ് ടു മാൻകൈൻഡ്. അതിനേക്കാളൊക്കെ നല്ലതെന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കൊടുക്കുന്നത്. Now we come to the next sentence, next question. What is it? 11th one. Given idiom എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ചോദിച്ചത്. സോ വിൽ കം ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ലോവ്സ് ആൻഡ് ഫിഷസ്. ലോവ്സ് ആൻഡ് ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ ഗെയിനിനാണ് നമ്മൾ ലോവ്സ് ആൻഡ് ഫിഷസ് എന്ന് പറയുന്നത്. അതായത് വെൽത്ത് അക്വയർ ചെയ്യുക, പണം അക്വയർ ചെയ്യുക, വസ്തുക്കൾ അക്വയർ ചെയ്യുക, അതിനെയാണ് നമ്മൾ ലോവ്സ് ആൻഡ് ഫിഷസ് എന്ന് പറയുന്നത്. സോ ലോവ്സ് ആൻഡ് ഫിഷസ് ടു ആക്ട് ഇൻ എ ഫ്രെൻസീഡ് മാനർ. ഇല്ലേ, നമ്മൾ വെപ്രാളത്തോടെ, അതല്ല വെപ്രാളമൊന്നുമല്ല. ടു ഗെറ്റ് സം വൺ ഡ്രങ്ക്, നോ. ഫിഷ് ഉള്ളതുകൊണ്ട് ഡ്രങ്ക് ഒന്നും വരുന്നില്ല. മെയിൻ സപ്പോർട്ട്, നോ. അതുമല്ല ആൻസർ. മെറ്റീരിയൽ ഇൻട്രസ്റ്റ്, വസ്തു അല്ലെങ്കിൽ പണമായിട്ടോ ഒക്കെ, അതാണ് നമ്മൾ ലോവ്സ് ആൻഡ് ഫിഷസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ വേർഡ് ദാറ്റ് ഇസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ്. സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ബാനിഷ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം. ബാനിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ബാനിഷ് എന്ന് പറയുന്നത്. സോ ബാനിഷ് മീൻസ്, ഓപ്ഷൻ എന്താ വരുന്നത്? ഡിപ്പോർട്ട് ചെയ്യുക. ഇല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുക, എക്സൈൽ ചെയ്യുകയാണ് ബാനിഷ് അല്ലെങ്കിൽ ഡിപ്പോർട്ട് വരുന്നത്. പെറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെറിഷ് ഇസ് ഡിസ്ട്രക്ഷൻ. പെറിഷ്, ഡിസ്ട്രോയ് ചെയ്യുക, ഡിസ്ട്രക്ഷൻ ആണ് പെറിഷ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറയാറുണ്ട് പെറിഷബിൾ ഐറ്റംസ്, പച്ചക്കറി എല്ലാം തന്നെ, വെജിറ്റബിൾസ് എല്ലാം തന്നെ പെറിഷബിൾ ഐറ്റംസ് ആണ്, പെട്ടെന്ന് നശിച്ചു പോകും. അതാണ് പെറിഷ് എന്ന് പറയുന്നത്. പെർസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എത്ര വിഷമമുണ്ടെങ്കിലും എത്ര ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും പെർസിസ്റ്റ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ദറ്റ് ഈസ് പെർസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് അറേഞ്ച് ദീസ് പാർട്സ് ഇൻ മീനിങ് ഓർഡർ. മീനിങ് ഓർഡറിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ഡിയിൽ മാത്രമാണ് സെൻറ്റൻസ് തുടങ്ങേണ്ടത്. സോ ടുഡേ വി വിൽ നീഡ് സോഷ്യൽ ഐസൊലേഷൻ മെത്തേഡ്സ്.
ടുഡേ വി വിൽ നീഡ് സോഷ്യൽ ഐസൊലേഷൻ മെത്തേഡ്സ് ദാറ്റ് ആർ ഫാർ മോർ സ്ട്രിഞ്ചൻ. കാരണം അത് കഴിഞ്ഞാൽ റിയാക്റ്റഡ് വരില്ല, വാട്ട് വി കുഡ് വരാനും സാധ്യതയില്ല. സോ ദാറ്റ് ആർ ഫാർ മോർ സ്ട്രിഞ്ചൻ. സോ ഡി കഴിഞ്ഞ ഉടനെ തന്നെ ബി വരുന്ന ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാൻ. അങ്ങനെ നമുക്കുള്ളത് 2 ഓപ്ഷനാണ്. ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് ചൂസ് ചെയ്യണം. ഡി, ബി കഴിഞ്ഞാൽ സി വരാം, എ വരാം. So today we will need social isolation methods that are far more stringent than what we could have gotten away with had the world reacted collectively to nip this in bud. So D, B കഴിഞ്ഞാൽ C വരുന്ന ഓപ്ഷൻ വേണം നമുക്ക് കൊടുക്കാനായിട്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. 4 words are given out of which only 1 word is correctly spelled. സോ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇറവറൻസ് ആണ് നമ്മുടെ വേർഡ് വരുന്നത്. ഇറവറൻസിൽ ശ്രദ്ധിക്കുക, മുഴുവൻ ഇ മാത്രമേ ഉള്ളൂ. സോ ഇറവറൻസിൽ IRR വരുന്നുണ്ട്, പിന്നെ ഇ ഫുൾ ഇ ആണ് ഇല്ലേ. ഇറവറൻസ് ഇറവറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെവറൻസ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ആണ്. ഇറവറൻസ് എന്ന് പറഞ്ഞാൽ തീരെ റെസ്പെക്റ്റ് ഇല്ല. സോ ദാറ്റ് ഇസ് ദി ആൻസർ. ഇറവറൻസ് ആണ് വരുന്നത്. അതിൻ്റെ മീനിങ്ങും കൂടി പഠിച്ചു വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 ഒന്ന് നോക്കാം. വീണ്ടും ജംബിൾഡ് അപ്പ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാലും ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിലേ തുടങ്ങുന്നുള്ളൂ എന്ന് ഓപ്ഷൻസിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. നേരത്തെ നമ്മൾ അതുപോലൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, 4 ഓപ്ഷനും ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. സോ ഇവിടെ സിയിലാണ് തുടങ്ങുന്നത്. വൺ ഓഫ് ദ ഫ്യൂ പെർസ്യൂട്ട്സ് ദാറ്റ് ഹാവ് സീൻ എ സർജ് ഇൻ ഇൻട്രസ്റ്റ് ഇൻ വരാനാണ് സാധ്യത കൂടുതൽ. സോ സി കഴിഞ്ഞാൽ എ വരണം. സി കഴിഞ്ഞാൽ എ വരുന്ന ഓപ്ഷൻ ബിയും സിയുമാണ്. വീണ്ടും നോക്കുക. സോ വൺ ഓഫ് ദ ഫ്യൂ പെർസ്യൂട്ട്സ് ദാറ്റ് ഹാവ് സീൻ എ സർജ് ഇൻ ഇൻട്രസ്റ്റ് ഇൻ ഈസ് വരാൻ സാധ്യതയില്ല. ഇൻട്രസ്റ്റ് ഇൻ ദീസ് അതർവൈസ് ട്രൈങ് ടൈം. സോ സി എ കഴിഞ്ഞ് ഡി വരും. സോ സി എ കഴിഞ്ഞ് ഡി വരുന്നത് CADB ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. സോ വൺ ഓഫ് ദി ഫ്യൂ പെർസ്യൂട്ട്സ് that have seen a surge in interest in these otherwise trying times is that of online education. ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഒരുപാട് സർജ്, ഒരുപാട് ഇൻക്രീസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16, അപ്രോപ്രിയേറ്റ് വേർഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. Women have constantly been dashed to secondary positions in this men driven society. So has been secondary positionsലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അങ്ങനെ വരുന്നത് ഓപ്ഷൻസ് ആർബിട്രേറ്റഡ്, ലിബറേറ്റഡ്, റെലഗേറ്റഡ് ആൻഡ് സെറേറ്റഡ്. സോ ആൻസർ വരുന്നത് റെലഗേറ്റഡ് ആണ്. റെലഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് പൊസിഷനിലാവുക അഥവാ ഡൗൺഗ്രേഡഡ് ആവുക. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ. മെൻ ഡ്രിവൻ സൊസൈറ്റിയിൽ വിമൻ എന്താണ്? പുറകോട്ട് പോയിട്ടുണ്ട്. സോ റെലഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് റെലഗേറ്റഡ് എന്ന് പറയുന്നത്. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യസ്ഥത എന്നാണ് നമ്മൾ പറയുന്നത്. മധ്യസ്ഥ വഹിക്കുക, മധ്യസ്ഥത പറയുക, അതാണ് ആർബിട്രേറ്റഡ് എന്ന് പറയുന്നത്. സോ സോർട്ട് ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. ബട്ട് ദെൻ മധ്യസ്ഥത, 2 പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് ഇടയിൽ ആർബിട്രേഷൻ കൊണ്ടുവരിക, മധ്യസ്ഥത വഹിക്കുക എന്നുള്ളതാണ്. അടുത്തത് ലിബറേറ്റഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടു ഫ്രീ. ആൻഡ് ദെൻ സെറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ പിന്നെ ചില കത്തിയൊക്കെ കത്തിക്കടിയിലായിട്ട് ഇങ്ങനെ പല്ല് പോലെ കാണാം കത്തിയുടെ. ഓക്കെ, ഈ പല്ല് പോലെയുള്ള ഒരു നൈഫിനെ നമ്മൾ പറയുന്നത് സെറേറ്റഡ് നൈഫ് എന്നാണ്. സോ അങ്ങനെയുള്ള ഇങ്ങനെ പല്ലുള്ള നൈഫാകാം, അല്ലെങ്കിൽ എന്താണ് പിന്നെ സോഡ ആകാം, അതൊക്കെ എന്താണ്? അത് സെറേറ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 17th one എന്താ പറയുന്നത്? ഓക്കെ, 17th വണ്ണിൽ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വേർഡാണ്? കറക്ഷൻ വേണോ വേണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ് us see the sentence. No sooner did we arrived at the airport than we got into an argument with the cab driver. ഇത്രയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. നോ സൂണർ വരുമ്പോൾ നമുക്കറിയാം നോ സൂണർ കഴിഞ്ഞ ഉടനെ തന്നെ വേർബ് വരണം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡിഡിൻ്റെ കൂടെ ഒരു കാരണവശാലും നമുക്ക് അറൈവ്ഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഡിഡിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ നോ സൂണർ ഡിഡ് വി അറൈവ് എന്ന് വരണം. ഹാഡിൻ്റെ കൂടെ അറൈവ് അല്ല, അറൈവ്ഡ് ആണ് വരേണ്ടത്. സോ നമുക്ക് ആകെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നോ സൂണർ ഡിഡ് വി അറൈവ് അറ്റ് ദി എയർപോർട്ട് ദാൻ വി ഗോട്ട് ഇൻ ടു ആൻ ആർഗ്യുമെന്റ്. ബാക്കി നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, കാരണം ബ്രാക്കറ്റ്സിലുള്ളത് മാത്രമേ കറക്ഷന് ചോദിച്ചിട്ടുള്ളൂ. സോ സമയം ഒട്ടും തന്നെ നമുക്ക് കളയാനില്ല. നമുക്ക് 18th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 18th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട്
വൺ വേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. വൺ വേർഡ് ഈസ് സ്പെൽഡ് കറക്റ്റ്ലി, സോറി വൺ വേർഡ് അല്ല, സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ്? ഇംപ്യൂഡൻറ്റ്. സോ ആൻസർ വരുന്നത് ഇംപ്യൂഡൻ്റ് ആണ്. ഇംപ്യൂഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു വേർഡ് ഉണ്ട്, റൂഡ് അല്ലെങ്കിൽ ഇൻസലൻറ്റ്, ധിക്കാരി. അതാണ് ഇംപ്യൂഡൻ്റ് എന്ന് പറയുന്നത്. സോ ഇംപ്യൂഡൻ്റ് ഇസ് ഇൻസലൻറ്റ്, വെരി റൂഡ് പേഴ്സൺ, വെരി അറഗൻറ്റ്. അതാണ് ഇംപ്യൂഡൻറ്റ്. സോ സ്പെല്ലിംഗ് നോക്കി വയ്ക്കുക. DENT ആണ്. അടുത്തത് മാരേജ് ഔട്ട്സൈഡ് വൺസ് ട്രൈബ്, ഇല്ലേ, പുറത്തോട്ട് കല്യാണം കഴിക്കുക. വൺസ് ട്രൈബിൽ നിന്നും മാറി കല്യാണം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പേരാണ് പറയുന്നത്? അതിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം എൻഡോഗാമി, പോളിഗാമി, എക്സോഗാമി, ഓട്ടോഗാമി. എൻഡോ എന്ന് പറഞ്ഞാൽ അകത്ത്, എക്സോ എന്ന് പറഞ്ഞാൽ പുറത്ത്. സോ എക്സോ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. പോളി എന്ന് പറഞ്ഞാൽ പല, ഗാമി എന്ന് പറഞ്ഞാൽ മാരേജ്, പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട്. സോ പോളിഗാമി എന്ന് പറയുന്നത് ഒരുപാട് കല്യാണം, ഒരാൾ തന്നെ കല്യാണം കഴിക്കുക, ഒരുപാട് കല്യാണം കഴിക്കുക. എൻഡോഗാമി എന്ന് പറഞ്ഞാൽ വിതിൻ ദ ട്രൈബ് തന്നെ കല്യാണം കഴിക്കുക. ഓട്ടോഗാമി എന്ന് പറയുന്നത് സെൽഫാണ്, സെൽഫ് ഫെർട്ടിലൈസേഷൻ. പ്രത്യേകിച്ച് ഫ്ലവേഴ്സിലൊക്കെ നമ്മളിത് കാണാറുണ്ട്, സെൽഫ് ഫെർട്ടിലൈസേഷൻ. സോ അതാണ് ഓട്ടോഗാമി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചൂസ് എ വേർഡ് ദാറ്റ് മീൻസ് ദ സെയിം ആസ് എ ഗിവൺ വേർഡ്. ഏലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോറിൻ ആണ്, സംതിങ് വെരി സ്ട്രേഞ്ച്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഫോറിൻ ആണ്. നേറ്റീവ് ആൻഡ് ലോക്കൽ സെയിം മീനിങ് ആണ്, ബേസിക് ഇതുമായിട്ട് ബന്ധമൊന്നും വരുന്നില്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് ഫോറിൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 60ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിരിക്കുന്ന പാറ്റേൺ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ വേർഡ്സ് വ്യത്യാസമാണ്. അതേപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ റൂൾസിലും, എറർ കറക്ഷൻ ആയാലും ഗ്രാമാറ്റിക്കൽ റൂൾസിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വീണ്ടും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ നോക്കി പോവുക. ഇനി അടുത്ത ഒരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഈ എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്